മാറാകട്ടെ. അധികം മുഖവുര കൂടാതെ ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Hebrews chapter 4 verse 14 to 16. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ആമേൻ. താങ്ക് യു ബ്രദർ, ഈ വാക്യങ്ങൾ വായിച്ചതിന്. ഇന്ന് ഈ വചനം സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പല വാക്യശകലങ്ങൾ, പല പാസേജുകളൊക്കെ നോക്കി. അങ്ങനെ ഒരെണ്ണം ഉറപ്പിച്ചിരുന്നപ്പോഴാണ് സാം കല്ലട പാസ്റ്റർ ഇന്നലെ പാപത്തെ പറ്റി സംസാരിച്ചത്. അപ്പോൾ അതുമായിട്ട് തുല്യമായ ഒരു കാര്യമാണ് ഞാൻ നോക്കിയിരുന്നത്. പിന്നീട് ഞാൻ പെട്ടെന്ന് ഇന്നലെ മാറ്റി ഈ പാസേജിലോട്ട് വരികയായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം നമുക്ക് അതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം ആരാ എഴുതിയെന്ന് നമുക്ക് വ്യക്തമല്ല. പലരും പൗലോസിന്റെ പേര് പറയുന്നുണ്ടെങ്കിലും അതിന്റെ നാമം കൊടുത്ത അതിന്റെ തുടക്കത്തിൽ ആരാണ് പൗലോസ് എഴുതിയ ലേഖനം എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല ആരാണ് എഴുതിയെന്ന്. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം ആരുമായിക്കൊള്ളട്ടെ, ലൂക്കോസോ ബർന്നബാസോ പൗലോസോ ആരുമായിക്കൊള്ളട്ടെ, അതിൽ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എബ്രായ ക്രിസ്ത്യാനികൾക്ക് ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഈ ലേഖനത്തിൽ ഒരുപാട് യാഗങ്ങളെ പറ്റിയും ലേവ്യ പുസ്തകത്തെ പറ്റിയൊക്കെയും പരാമർശിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം ശരിക്കും അറിഞ്ഞിരുന്നെങ്കിലേ ഈ എബ്രായ ലേഖനം നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. കാരണം ഒരുപാട് യാഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. AD 67-68 കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടതെന്ന് മനസ്സിലാക്കപ്പെടുന്നു. ഈ ലേവ്യ പൗരോഹിത്യം, യാഗങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഇത് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് എബ്രായ ക്രിസ്ത്യാനികൾ വളരെയധികം കഷ്ടതയിലൂടെയും വളരെയധികം പേഴ്സിക്യൂഷനിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു. അതായത് തിരിച്ച് പിന്നെയും യഹൂദ മതത്തിലേക്ക് തിരികെ പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ യഹൂദ മതത്തിലേക്ക് പോകുവാൻ പലരും താല്പര്യം കാണിച്ചിരുന്ന ഒരു കാലത്തിലാണ് എബ്രായ ലേഖനകർത്താവ് യഹൂദ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു പുരോഹിതൻ നമുക്കുണ്ട് എന്ന് വാദിക്കുകയും അതിന് തക്കവണ്ണമാണ് ഈ എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്. എബ്രായ യാഗങ്ങളെക്കാളും എബ്രായ പൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ടെന്നും ആ യാഗങ്ങൾക്കൊന്നും ഇനി സ്ഥാനമില്ലെന്നും ആ യാഗങ്ങൾക്കെല്ലാം പൂർത്തീകരണമായ ഒരു യാഗം എന്നേക്കുമായി കഴിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ദ സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠത എന്നതാണ് ഈ ലേഖനത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. സുപ്രീമസി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠത അല്ലെങ്കിൽ മഹാപൗരോഹിത്യത്തെ പറ്റിയാണ് പ്രധാനമായും ഈ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ലേവ്യ പൗരോഹിത്യത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ തന്നെ എബ്രായ ലേഖനം ഗ്രഹിക്കുന്നതിന് ഞാൻ മുമ്പേ പറഞ്ഞ ലേവ്യ പുസ്തകത്തെ പറ്റി കുറച്ചെങ്കിലും ഒരു ഒരു പഠനമുണ്ടെങ്കിലും നമുക്കിത് യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ മൽക്കിസദേക്കിന്റെ വിധത്തിലേക്ക് എന്നേക്കുമുള്ള ഒരു പുരോഹിതൻ, അല്ലെങ്കിൽ ഈ ലേവ്യ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പൗരോഹിത്യത്തെക്കാൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ശ്രേഷ്ഠൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ലേവ്യ പുസ്തകത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച വാക്യങ്ങൾ എന്ന് പറയുന്നത് നമ്മോട് സഹതാപം കാണിക്കുന്ന ഒരു ക്രിസ്തു, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിന് എങ്ങനെ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാകും, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വായിച്ചത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് പഴയ നിയമത്തിൽ ഒരു മഹാപുരോഹിതൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ മഹാപുരോഹിതന്റെ ഉത്തരവാദിത്തങ്ങൾ, മഹാപുരോഹിതൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നാം മനസ്സിലാക്കണം. എന്നാലേ യേശുക്രിസ്തു അതിനൊക്കെ നിവൃത്തീകരിച്ച് അല്ലെങ്കിൽ പൂർത്തീകരിച്ച് എങ്ങനെ
അതിനേക്കാൾ ഉന്നതമായ, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മഹാപുരോഹിതൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ ലേവ്യ പുസ്തകം 16 പറയാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ലേവ്യ പുസ്തകം 16 ഒരു മഹാപുരോഹിതന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തുവാണ് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയിട്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ നമ്മൾ ഇന്ന് വായിച്ച വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, മഹാപാപ പരിഹാര ദിനം അല്ലേ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിനത്തിലാണ് ഒരു മഹാപുരോഹിതൻ തന്റെ കുടുംബത്തിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നത്. അങ്ങനെയാണ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അതിനെ ഒരു 7ആയിട്ട് തരംതിരിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ മഹാപുരോഹിതന്റെ ഉത്തരവാദിത്വം, ഒരു ഇസ്രായേൽ മഹാപുരോഹിതൻ അല്ലെങ്കിൽ ഒരു പഴയ നിയമത്തിലെ മഹാപുരോഹിതന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പാപപരിഹാര ദിനത്തിൽ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് മഹാപുരോഹിതന് പ്രവേശനമുള്ളൂ. നമുക്കറിയാം, ലേവ്യർ 16:2, ഞാൻ പെട്ടെന്ന് റെഫറൻസ് പറഞ്ഞു പോവാം. ലേവ്യർ 16:2 നമുക്കത് കാണുവാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ മാത്രം അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശനം ഉള്ള ഒരു മഹാപുരോഹിതൻ, ആ പാപപരിഹാര ദിനത്തിലാണ് പ്രവേശനം, 7-ാം മാസം 10-ാം തീയതി എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ മഹാപുരോഹിതൻ എന്താണ് ധരിക്കുന്നത്? അദ്ദേഹം ധരിക്കുന്നത് പ്രത്യേക വസ്ത്രങ്ങളാണ് അല്ലെ. ഈ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച് എന്തിനാണ്? വിശുദ്ധിയും എളിമയും കാണിക്കുന്നതിനു വേണ്ടി ലിനൻ വസ്ത്രങ്ങളാണ് ഈ മഹാപുരോഹിതൻ ധരിക്കുന്നത്. ലേവ്യർ 16:4 നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്, എന്താണ് ഈ മഹാപുരോഹിതൻ ചെയ്യുന്നത്? ഈ വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധിയെയും എളിമയും കാണിക്കുന്ന മഹാപുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ വർഷത്തിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറിയിട്ട് എന്താണ് ഒരു മഹാപുരോഹിതൻ ചെയ്യുന്നത്? തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയും യാഗങ്ങൾ ആദ്യം അർപ്പിക്കും അല്ലെ. പാപപരിഹാരത്തിനായി അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരു കാളയെ അർപ്പിക്കുന്നത്. ലേവ്യർ 16:6 നമുക്കത് കാണുവാൻ പറ്റും. ഒരു കാളയെ തന്റെയും തന്റെ കുടുംബത്തിന് വേണ്ടിയും അർപ്പിക്കും യാഗമായി. അത് കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഈ രക്തം കൊണ്ടുപോയി, യാഗം അർപ്പിച്ച് അതിന്റെ രക്തം കൊണ്ടുപോയി, കാളയുടെ രക്തവും പിന്നീട് കോലാട്ട് കൊറ്റന്റെ രക്തവും. അപ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 2 കോലാട്ട് കൊറ്റന്മാരെ അല്ലെ, 2 കോലാട്ടൻ കൊറ്റന്മാരെ കൊണ്ടുപോയി ഒരു കോലാട്ട് കൊറ്റനെ യാഗമായി അർപ്പിക്കും. ആർക്ക് വേണ്ടി? ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി. തന്റെയും തന്റെ കുടുംബത്തിന് വേണ്ടി മഹാപുരോഹിതൻ കാളയെ യാഗം അർപ്പിക്കും. ഇസ്രായേൽ ജനത്തിന് വേണ്ടി കോലാട്ട് കൊറ്റനെ യാഗം അർപ്പിക്കും. അങ്ങനെ ഇത് രണ്ടിനെയും അർപ്പിച്ചിട്ട് അതിന്റെ രക്തം എടുത്ത് എന്താണ് ഈ മഹാപുരോഹിതൻ ചെയ്യുന്നത്? കൃപാസനത്തിന്മേലും അതിന്റെ മുന്നിലും ഒക്കെ തളിക്കും. അത് നമുക്ക് ലേവ്യർ 16:14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ കൃപാസനം എന്താണ്? മേഴ്സി സീറ്റ് എന്ന് പറയുന്നത് ഉടമ്പടി പെട്ടകത്തിന്റെ ഒരു ലിഡാണ്, അല്ലെങ്കിൽ ഉടമ്പടി പെട്ടകത്തിന്റെ ഒരു ആവരണം അല്ലെങ്കിൽ ഒരു മൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. ഉടമ്പടി പെട്ടകം, അതായത് ആർക്ക് ഓഫ് ദ കവനന്റ് അതിവിശുദ്ധ സ്ഥലത്തിലാണ് വെക്കുന്നത്. അത് ക്രിസ്തുവിന്റെ യാഗത്തിന് ഒരു മുന്നോടിയാണ്. ഇറ്റ് ഫോർഷാഡോസ് ദ സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഉടമ്പടി പെട്ടകത്തിന് മൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. ആ കൃപാസനത്തിന്മേൽ ഈ രക്തം തളിക്കും മഹാപുരോഹിതൻ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? മഹാപുരോഹിതൻ ജനത്തിന് വേണ്ടി പാപപരിഹാരം നടത്തും അല്ലെ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി പാപപരിഹാര യാഗമായി കർത്താവിനായി ചീട്ടിട്ട് തെരഞ്ഞെടുത്ത ഒരു ആടിന്റെ രക്തം അർപ്പിക്കും അല്ലെ. ഇപ്പൊ 2 കോലാട്ട് കൊറ്റന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു കോലാട്ട് കൊറ്റന്റെ രക്തം യഹോവയ്ക്ക് വേണ്ടി ചീട്ടിട്ടിട്ട് അത് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അർപ്പിക്കും. അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി മഹാപുരോഹിതൻ അർപ്പിക്കും. ഈ യാഗം പാപങ്ങളിൽ നിന്ന് ജനത്തെ ശുദ്ധീകരിക്കും. ഇതിങ്ങനെ എല്ലാ വർഷവും ചെയ്തു പോരുന്ന ഒരു യാഗമായിരുന്നു. നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഒരു ആടിന്റെ രക്തം അർപ്പിച്ചു. ഇനി മറ്റേ ആടിന് എന്ത് ചെയ്യും? നമുക്കറിയാം, ആ കോലാട്ട് കൊറ്റനെ ജനങ്ങളുടെ പാപങ്ങൾ അതിന്മേൽ വെക്കും. ഏതാ? ആ 2ാമത്തെ കോലാട്ട് കൊറ്റന്റെ പുറത്ത് ജനങ്ങളുടെ പാപങ്ങളെ വെച്ചിട്ട് മരുഭൂമിയിലേക്ക് അയക്കും. നമുക്കത് ലേവ്യർ 16:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഒരു കോലാട്ട് കൊറ്റന്റെ രക്തം ജനങ്ങളുടെ പാപപരിഹാരത്തിനായി യാഗമർപ്പിച്ചിട്ട് മറ്റേ കോലാട്ട് കൊറ്റനെ അതിന്റെ പുറത്ത് ഈ ജനങ്ങളുടെ പാപങ്ങളെ നിറച്ച് അതിനെ മരുഭൂമിയിലേക്ക് അയക്കും. അങ്ങനെ ആ കുറ്റബോധവും പാപവും നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് 2ാമത്തെ കോലാട്ട് കൊറ്റനെ മരുഭൂമിയിലേക്ക് അയക്കുന്നത്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ തന്നെയും, അതായത് മഹാപുരോഹിതൻ തന്നെ തന്നെയും സമാഗമന കൂടാരത്തെയും ശുദ്ധീകരിക്കും അല്ലെ. നമുക്ക് ലേവ്യർ 16:23 മുതൽ 28 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യാഗങ്ങൾക്ക് ശേഷം എന്താണ് മഹാപുരോഹിതൻ ചെയ്യുന്നത്? കുളിച്ച് താൻ വസ്ത്രം മാറി മാലിന്യമൊക്കെ നീക്കി യാഗപീഠവും സമാഗമന കൂടാരവും ഒക്കെ ശുദ്ധീകരിക്കും. ഇങ്ങനെ 7 വിധ കാര്യങ്ങളാണ് ഒരു മഹാപുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ ചെയ്യുന്നത് അല്ലേ. നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് വർഷത്തിൽ ഒരിക്കൽ മഹാപാപ പരിഹാര ദിനത്തിലാണ് മഹാപുരോഹിതൻ യാഗമർപ്പിക്കുന്നത്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുന്നത്. ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എങ്ങനെയാണ് കയറുന്നത്? പ്രവേശനം ലഭിക്കുന്നത് താൻ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചാണ് അല്ലെ. വിശുദ്ധിയെയും എളിമയും കാണിക്കുന്ന
പ്രത്യേക ലിനൻ വസ്ത്രങ്ങളിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് മഹാപുരോഹിതൻ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശനം ആ, അദ്ദേഹത്തിന് ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രവേശിക്കുന്നത്. പിന്നീട് താൻ എന്താ ചെയ്യുന്നത്? തനിക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കും. എന്താണ് ചെയ്യുന്നത്? കാളക്കുട്ടിയെ യാഗമായി അർപ്പിക്കും, തന്റെയും തന്റെ കുടുംബത്തിന്റെയും പാപപരിഹാരത്തിനായി. പിന്നീട് താൻ എന്താ ചെയ്യുന്നത്? താൻ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഒരു ആടിന്റെ രക്തവും കാളയുടെ രക്തവും കൊണ്ടുപോയി കൃപാസനത്തിന്മേൽ തളിക്കും. കൃപാസനം എന്താണ്? കൃപാസനം എന്ന് പറയുന്നത് ഉടമ്പടി പെട്ടകത്തിന്റെ മൂടിയാണ്, അല്ലെങ്കിൽ ഉടമ്പടി പെട്ടകത്തിന്റെ ആവരണമാണ്, അല്ലെ? അതിന്റെ ഒരു ലിഡാണ്. ആ കൃപാസനത്തിന്മേൽ തളിക്കും. ഇത് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഒരു മുന്നോടിയാണ്. പിന്നീട് താൻ ചെയ്യുന്നത് ജനത്തിന് വേണ്ടി പാപപരിഹാരം നടത്തും. അതായത് താൻ യഹോവയ്ക്കായി ചീട്ടിട്ട ആ കോലാട്ടുകൊറ്റന്റെ രക്തം അർപ്പിക്കും, അല്ലെ? അർപ്പിച്ചിട്ട് രണ്ടാമത്തെ കോലാട്ടുകൊറ്റന്റെ പുറത്ത് ജനത്തിന്റെ പാപത്തെ വെച്ചുകൊണ്ട് അതിനെ മരുഭൂമിയിലേക്ക് നയിക്കും, അല്ലെ? മരുഭൂമിയിലേക്ക് അയക്കും. അല്ലെങ്കിൽ അങ്ങനെ അവസാനമായി താൻ ചെയ്യുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് യാഗങ്ങളെല്ലാം കഴിഞ്ഞ് തന്നെ തന്നെയും ആ കൂടാരത്തെയും ശുദ്ധീകരിക്കും, അല്ലെ? താൻ കുളിച്ച് വസ്ത്രമൊക്കെ മാറി മാലിന്യമൊക്കെ മാറ്റി താൻ സമാഗമന കൂടാരത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും ഒക്കെ ഇങ്ങനെ ശുദ്ധീകരിക്കും. ഇങ്ങനെ 7 വിധ കാര്യങ്ങളാണ് ഒരു മഹാപുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ തന്നെയും തനിക്കും തന്റെ കുടുംബത്തിനും ഇസ്രായേൽ ജനതയ്ക്കും വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. മഹാപുരോഹിതൻ ഒരു ഇസ്രായേലിനായ മഹാപുരോഹിതൻ, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ ഉള്ള ഒരു മഹാപുരോഹിതൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത്, അല്ലെ? അതുകൊണ്ട്, അല്ലെങ്കിൽ ആകയാൽ, ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക. അപ്പോൾ ഒരു പഴയ നിയമത്തിലുള്ള മഹാപുരോഹിതൻ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കണ്ടു. അങ്ങനെ ആ ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ ആ പ്രവൃത്തികൾ ചെയ്യുന്ന മഹാപുരോഹിതനെക്കാളും കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനാകുന്നത്? ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്, 14-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. ഈ മഹാപുരോഹിതന്മാർ ഒന്നും, അല്ലെ, ഈ നമ്മള് പഴയ നിയമത്തിൽ കണ്ട മഹാപുരോഹിതന്മാരൊന്നും ആകാശത്തിൽ കൂടി കടന്നു പോയ ഒരു ശ്രേഷ്ഠനല്ലായിരുന്നു, അല്ലെ? അപ്പോൾ അവരൊക്കെ ഈ ഭൂമിയിൽ യാഗങ്ങൾ ചെയ്ത മഹാപുരോഹിതന്മാരായിരുന്നു. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠനാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് താൻ ആകാശത്തിലൂടെ കടന്നു പോയി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണുന്നത്, അല്ലെ? കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. ആകയാൽ ദൈവപുത്രനായ യേശു എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് എബ്രായ ലേഖന കർത്താവ് ഈ 14-ാം വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവമായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു മഹാപുരോഹിതൻ, അല്ലെ? അപ്പൊ മഹാപുരോഹിതൻ, അല്ലെങ്കിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് താൻ ദൈവമാണ്, താൻ ദൈവപുത്രനാണ്, താൻ ആകാശത്തിലൂടെ കടന്നു പോയൊരു ദൈവപുത്രൻ, അല്ലെങ്കിൽ ആകാശത്തിലൂടെ കടന്നു പോയൊരു മഹാപുരോഹിതനാണ്. അപ്പൊ പഴയ നിയമത്തിലെ ന്മാരെക്കാൾ ഒക്കെയും ശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. എങ്ങനെയാണ്? നമ്മൾ കണ്ടു, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ചെയ്യുന്നത് ആടിനെ യാഗം കഴിക്കുകയായിരുന്നു ജനത്തിന് വേണ്ടി, അല്ലെ? കാളക്കുട്ടിയെ തനിക്കും തന്നെ കുടുംബത്തിന് വേണ്ടി യാഗം കഴിച്ചിട്ട് ഒരു കോലാട്ട് കൊറ്റനെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി യാഗം കഴിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതിൽ നിന്ന് വ്യത്യസ്തനാകുന്ന എങ്ങനെയാണ്? തന്റെ സ്വന്തം ജീവനെ നമുക്കായി നൽകി, അല്ലെ? പാപപരിഹാര യാഗമായി തന്നെ നൽകിയാണ് കർത്താവായ യേശു ക്രിസ്തു പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത്, അല്ലെ? അത് തന്നെയാണ് തന്നെ ശ്രേഷ്ഠനാകുന്നതും. യാഗത്തിന് ആടിനെ യാഗം കഴിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആടിനെ യാഗമായി ചെയ്യുന്നതിനേക്കാൾ വർഷത്തിൽ ഒരിക്കൽ പാപപരിഹാര ദിനത്തിൽ മാത്രം ആടിനെ യാഗം കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ഒരു യാഗമാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തെ ക്രൂശിന്മേൽ കയറ്റി താൻ പാപപരിഹാരമായി തന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി അർപ്പിച്ച് തന്റെ രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്നത്. പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാരൊന്നും തന്നെ യാഗമായി കഴിച്ചില്ല, അല്ലെങ്കിൽ തന്നെ യാഗമായി ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അർപ്പിച്ചില്ല. മറിച്ച് ആടിനെയാണ്, അല്ലെ, ആടിന്റെ രക്തമാണ് കൃപാസനത്തിന്മേൽ തളിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് തന്റെ സ്വന്തം ശരീരത്തെ നമുക്കായി യാഗം അർപ്പിച്ചു, അല്ലെ? ക്രൂശിന്മേൽ അനുസരണമുള്ളവനായി ദൈവഹിതപ്രകാരം നമ്മുടെ പാപങ്ങളുടെ വീണ്ടെടുപ്പിനായി നമുക്ക് യാഗമായി കർത്താവായ യേശു ക്രിസ്തു തീർന്നു എന്നുള്ളതാണ് തന്നെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന ഒന്നാമത്തെ ഘടകം. പിന്നീട് താൻ എന്തുവാ ചെയ്തത്? താൻ തന്റെ ജഡത്താൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി വേർപാടിന്റെ നടിച്ചൂർ ഇടിച്ചു കളഞ്ഞു. നമ്മൾ എഫേസ്യ ലേഖനം 2 വായിക്കുന്നുണ്ട്, അല്ലെ?
വേർപാടിന്റെ ശത്രുത്വം ഇല്ലാതാക്കി. ഇപ്പോൾ നാമും ദൈവവും തമ്മിൽ ഒരു ശത്രുത്വം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ശത്രുത്വം വന്നത്? ആ ഏതൻ തോട്ടത്തിൽ ഉണ്ടായ ശത്രുത്വമാണത്, അല്ലേ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം. ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ വിശുദ്ധനായാണ് സൃഷ്ടിച്ചത്, അല്ലേ? ഫുൾ ഗ്ലോറിയിലാണ്, മുഴുവൻ തേജസ്സിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു ശത്രുത്വം ഉണ്ടായി. ആ ശത്രുത്വത്തെ ഇല്ലാതാക്കിയത് പഴയ നിയമത്തിലെ യാതൊരു മഹാപുരോഹിതനുമല്ല, മറിച്ച് പുതിയ നിയമത്തിലെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവാണ് ആ ശത്രുത്വം ഇല്ലാതാക്കിയത്. എങ്ങനെയാണ് ആ ശത്രുത്വം ഇല്ലാതാക്കിയത്? തന്റെ ജഡത്താൽ, തന്റെ ക്രൂശ് മരണത്താൽ ദൈവവും നാമും തമ്മിൽ ഉണ്ടായിരുന്ന വേർപാടിന്റെ ശത്രുത്വം ഇല്ലാതാക്കി. തന്റെ ജഡത്താൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി. ആ ന്യായപ്രമാണം ഇടയ്ക്കുണ്ടായിരുന്നു. ന്യായപ്രമാണം ഒരു ഗാർഡിയൻ ആയിരുന്നു, അല്ലേ? ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. ന്യായപ്രമാണം നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുന്നില്ല, മറിച്ച് നമ്മുടെ പാപങ്ങൾക്ക് ഒരു ബോധം, അല്ലെ, പാപങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം വരുത്തുക മാത്രമാണ് ന്യായപ്രമാണം ചെയ്തത്. എന്നാൽ പാപങ്ങൾക്ക് ബോധം വരുത്തുക മാത്രമല്ല, നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുന്ന ഒരു യാഗമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്കായി അർപ്പിച്ചത്, അല്ലേ? അങ്ങനെ തന്റെ ക്രൂശ് മരണത്താൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി ആ വേർപാടിനെ നടിച്ചുരിടിച്ചു കളഞ്ഞു. ഇപ്പോൾ നാമും ദൈവവും തമ്മിൽ വേർപാടില്ല, മറിച്ച് നാമും ദൈവവും തമ്മിൽ സംസർഗമുള്ളത്, അല്ലേ? വേർപാടിന് നടിച്ചുവർ ഉണ്ടായിരുന്നത് കർത്താവായ യേശു ക്രൂശ് മരണത്താൽ ഇടിച്ച് കളഞ്ഞ് നാമും ദൈവവും തമ്മിൽ ഇപ്പോൾ സംസർഗത്തിലായിരിക്കുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താല്. അങ്ങനെ തന്നെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നുള്ളത്. നാമും ദൈവവും തമ്മിൽ വീണ്ടും സംസർഗത്തിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. അതുതന്നെയാണ് തന്നെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന മറ്റൊരു ഘടകം. ദൈവവും നാമും തമ്മിൽ നിലനിന്ന ശത്രുത്വം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്കോ പ്രവാചകന്മാർക്കോ രാജാക്കന്മാർക്കോ ഒന്നും പരിഹരിക്കുവാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്താൽ നാമും ദൈവവും തമ്മിൽ നിലനിന്നിരുന്ന ശത്രുത്വം ഇല്ലാതാക്കി എന്നുള്ളത്. പിന്നീട് എന്താ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്? ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി, അല്ലേ? ശത്രുത്വം ഉണ്ടായിരുന്നുകൊണ്ട് നാമും ദൈവവും തമ്മിൽ വളരെയധികം അകലത്തിലായിരുന്നു, അല്ലേ? ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കിയ തന്റെ അശ്രേഷ്ഠ മഹാപൗരോഹിത്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാമും ദൈവവും തമ്മിൽ നാം ദൈവത്തോട് കൂടെ നടന്നിരുന്നു, അല്ലെ? പാപത്തിന് മുമ്പ്, അല്ലെങ്കിൽ പാപം സംഭവിക്കുന്നതിന് മുമ്പ്, അല്ലെ? ആദമും ഹവ്വയും ദൈവത്തോട് കൂടെ നടന്നു. അവർ ദൈവം പറഞ്ഞതൊക്കെയും കേട്ട് നടന്നിരുന്നിരുന്ന ഒരു കാലത്തിൽ നിന്ന്, അല്ലെ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയായി തീർന്നു? അവർ ദൈവവുമായി അകലത്തിലായി തീർന്നു, അല്ലെ? നമ്മുടെ ജീവിതത്തിലും അത് തന്നെ സംഭവിക്കുന്നത്. നാം ദൈവത്തോടു കൂടി നടക്കുമ്പോൾ, നാം വിശുദ്ധിയിൽ നടന്ന് ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു കാലത്തിൽ നാം പാപത്തിലേക്ക് തിരിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ശത്രുത്വം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നാം വചനം പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയില്ല, ദൈവം പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് നമ്മുടെ പാപ വഴികൾ നടക്കാനുള്ളൊരു മോഹം കൊണ്ട് നാം അതിൽ നടന്ന് അതിൽ സുഖം കണ്ടെത്തുന്ന രീതിയാണ് നമ്മുടെ, അല്ലേ? എന്നാൽ വചനം പറയുന്നത് എന്താണ്? തിരികെ വരിക, കർത്താവിലേക്ക് തിരികെ വരിക, ക്രൂശിലേക്ക് തിരികെ വരിക. അവിടെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. അവിടെയാണ് നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. അവിടെ വന്നാൽ പിന്നീട് നമുക്ക് നമ്മുടെ പാപത്തെപ്പറ്റി അതിനെപ്പറ്റി ഒരു ദുഃഖം തോന്നേണ്ട കാര്യമില്ല, ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പാപം പരിഹരിച്ച് കഴിഞ്ഞതാണ്. നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, നാം പാപക്ഷമ കൊണ്ട് കർത്താവിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ളത് കർത്താവിന്റെ രക്തത്തിന് മാത്രമാണ്. നാം ചെയ്യേണ്ടത് കർത്താവിലേക്ക് നാം തിരികെ വരിക, കർത്താവിനോട് കൂടെ നടക്കുക, എന്നും നടക്കുക, കർത്താവിൽ നിന്ന് മാറാതെ, ഈ ലോകത്തിലെ മോഹങ്ങളിൽ അടിമപ്പെടാതെ, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെടാതെ കർത്താവിനോട് കൂടെ എന്നും നടക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആടിനെയല്ല യാഗം കഴിച്ചത്, കാളക്കുട്ടിയല്ല യാഗം കഴിച്ചത്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ആ യാഗമായി അർപ്പിച്ചത്, അല്ലെ? അപ്പൊ ആ യാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ പാപപരിഹാര യാഗത്തെപ്പറ്റി നാം ഓർക്കുമ്പോൾ, എല്ലാ ദിവസവും നാം കർത്താവിനോട് നടക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ പാപപരിഹാര യാഗമാണ്, അല്ലെ? ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ യാഗമായി തീർന്ന് താൻ മരിച്ചു. ആ മരിച്ചു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ അതാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മെ അനുദിനം കർത്താവിനോടുകൂടി നടക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു യാഗമായി തീരുന്ന കർത്താവ്, ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ്, ദൈവമായിരുന്നവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച്, മനുഷ്യനായി ജീവിച്ച്, പാപരഹിതനായി ജീവിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന
ഒരു ശ്രേഷ്ഠ മഹാപുരുഷൻ നമുക്കുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. അതൊരു പ്രിവിലേജ് ആണ്. അതൊരു പ്രിവിലേജായി നാം കണക്കാക്കി തന്നോട് കൂടെ നാം നടക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ആകാശത്തിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരുഷൻ ദൈവപുത്രനായ യേശു ക്രിസ്തു എങ്ങനെയാണ് ആകാശത്തിലൂടെ കടന്നുപോയത് നമുക്കറിയാം. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ യാഗമായി തീർന്നു. താൻ മരിച്ചു, താൻ അടക്കപ്പെട്ടു, താൻ ഉയർത്തെഴുന്നേറ്റു. അനേകർക്ക് പ്രത്യക്ഷമായ ശേഷം താൻ എന്തോ ചെയ്തു? താൻ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു, അല്ലെ? ഒക്കെ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അനേകർക്ക് പ്രത്യക്ഷനായ ശേഷം ദൈവത്തിന്റെ സമയത്ത് താൻ സ്വർഗാരോഹണം ചെയ്തു, താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ആകാശത്തിലൂടെ കടന്നുപോയെന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 സ്വർഗങ്ങളാണ് നമ്മൾ ബൈബിളിൽ കാണപ്പെടുന്നത്, അല്ലേ? നമുക്ക് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് അന്തരീക്ഷതല സ്വർഗമാണ്, അല്ലേ? ഈ ഭൂമിയൊക്കെ കവർ ചെയ്യുന്ന സ്വർഗം. പിന്നീടുള്ളത് നക്ഷത്ര സ്വർഗമാണ്, ആകാശത്തിന് പുറത്ത് കവർ ചെയ്യുന്ന ഒരു സ്വർഗം. പിന്നീടാണ് 3-ാം സ്വർഗത്തിലേക്ക് അതുപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അങ്ങനെ പ്രാകാരവും വിശുദ്ധ സ്ഥലവും കടന്നാലേ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ 2 സ്ഥലങ്ങൾ താണ്ടിയാണ് 3-ാം സ്ഥലത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് യാഗത്തിനായി ചെല്ലുന്നത്. അവിടെ വർഷത്തിൽ ഒരിക്കലേ ചെല്ലുവാൻ പറ്റുകയുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ ചെന്നില്ലെങ്കിൽ മഹാപുരോഹിതൻ വേറെ ആരെങ്കിലും ചെന്നാൽ അതിന് മഹാപുരോഹിതൻ അല്ലാത്ത ഒരാൾ ചെന്നാൽ കൊല്ലപ്പെടുമെന്ന് നമുക്കറിയാം. അപ്പൊ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് മഹാപുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശനമുള്ളൂ. അതുപോലെ ഈ പ്രാകാരവും വിശുദ്ധ സ്ഥലവും കടന്നാണ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ കടക്കുന്നത്. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഈ അന്തരീക്ഷ സ്വർഗവും നക്ഷത്ര സ്വർഗവും കഴിഞ്ഞ് 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അങ്ങനെ സ്വർഗാരോഹണം ചെയ്യപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം അവിടെ ഇരുത്തി. നമ്മൾ സങ്കീർത്തനം 110 നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ വലതുഭാഗത്തിരുത്തി. അവിടെയും കർത്താവിന്റെ മഹാപൗരോഹിത്യം തീർന്നില്ല. മറിച്ച് എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതനെയാണ് നാം കർത്താവിൽ കാണുന്നത്, അല്ലേ? അപ്പോൾ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ യാഗങ്ങൾ അർപ്പിച്ച് കൂടാരം വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം മഹാപാപ പരിഹാര ദിനത്തിലാണ് പിന്നെ വരുന്നത്. പിന്നെ പുള്ളിയുടെ പരിപാടിയില്ല, പിന്നെ പുള്ളിയുടെ ജോലി അവിടെ കൊണ്ട് തീരുക. പിന്നെ അടുത്ത വർഷം ഒരു ദിവസമേ വരുന്നുള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. താൻ ക്രൂശിൽ നമുക്കായി യാഗമായി തീർന്നു, താൻ മരിച്ചു, താൻ അടക്കപ്പെട്ടു, താൻ ഉയർത്തെഴുന്നേറ്റു, താൻ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. അവിടെ കൊണ്ടും തീർന്നില്ല. താൻ ഇപ്പോഴും മഹിമയിൽ, ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹീസ് എ ഫെയ്ത്ത്ഫുൾ അഡ്വക്കേറ്റ് ഫോർ us, അല്ലേ? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തോട്. നാം ഓരോ ദിവസവും പാപം ചെയ്യുമ്പോൾ നമ്മൾ 1 യോഹന്നാൻ 1:9 ഒന്ന് വായിക്കാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. 1 യോഹന്നാൻ 1:9 നമ്മൾ കാണുന്നുണ്ട്. എന്താണ് കർത്താവ് ചെയ്യുന്നത്? 1 യോഹന്നാൻ 1:9. നാം പാപം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇത്ര വലിയൊരു പ്രോമിസ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. എന്താണ് കർത്താവ് പറയുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു, അല്ലേ? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവിനെ നാം കാണുന്നുണ്ട്, അല്ലേ? മഹാപുരോഹിതനായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് കർത്താവ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങൾ തീർന്നില്ലല്ലേ? നാം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം രക്ഷിക്കപ്പെട്ടു എങ്കിൽ പോലും നമ്മുടെ ജഡം ഇതുവരെ പാപത്തിൽ നിന്ന് മുക്തമായിട്ടില്ല, അല്ലെ? നമ്മുടെ ജഡത്തിന്റെ ഒരു റിഡംഷൻ അല്ലെങ്കിൽ ജഡത്തിന്റെ ഒരു വീണ്ടെടുപ്പ് ഇപ്പോഴും നടന്നിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇനി കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോഴേ നടക്കുകയുള്ളൂ. അതുവരെ നാം പാപത്തിലാണ്, ഇപ്പോൾ പാപലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ നാം ദിനംതോറും പാപം ചെയ്യുമ്പോൾ നാം എന്താണ് അതിന് അതിന് റെസ്പോൺസായിട്ട്, അതിനൊരു റെസൊല്യൂഷനായിട്ട് നാം ചെയ്യേണ്ടത്? നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയണം, അല്ലെ? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ജഡത്തിൽ നാം ജീവിക്കുമ്പോൾ നാം പാപം ചെയ്യും, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പാപം ചെയ്യും. എന്നാൽ ആ പാപത്തിൽ തുടരുകയല്ല, മറിച്ച് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളതാണ്. ഇഫ് യു കൺഫെസ് യുവർ സിൻസ്, ഗോഡ് എക്സ്പെക്ട്സ് us to confess our sins, റൈറ്റ്? അങ്ങനെ കൺഫെസ് ചെയ്യുമ്പോൾ കർത്താവ് എന്താണ് ചെയ്യുന്നത്? അതാണ് നാം വായിച്ചത്. അവൻ നമ്മോട്
പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്ക വിശ്വസ്തനും നീതിമാനുമാകുന്നു. അല്ലെ? നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ്. നാം പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്ന് മാറി നടക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് നാം പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. അതൊരു വാഗ്ദത്തമാണ്, അതൊരു പ്രോമിസ് ആണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അല്ലെ? എത്ര വലിയൊരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്! നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കുന്ന ഒരു കർത്താവ്, നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ്, വിശ്വസ്തനായ ഒരു കർത്താവ്, നീതിമാനായ ഒരു കർത്താവ്. കർത്താവിന് എത്ര നാമങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അനീതി പോക്കുന്ന ഒരു കർത്താവ്. എന്തുകൊണ്ടാണ്? കാരണം താൻ നീതിയുടെ രാജാവായതുകൊണ്ടാണ്. താൻ നീതിയുടെ ദൈവമായിരിക്കുന്നതുകൊണ്ടാണ് സകല അനീതിയും തനിക്ക് പോക്കുവാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അനീതിയുള്ള ഒരു രാജാവാണെങ്കിൽ അനീതിയെ പോക്കുവാൻ പറ്റുകയില്ല, അല്ലേ? അപ്പൊ അനീതിയെ പോക്കുന്നതിന് കാരണം താൻ നീതിയുള്ളവനായതുകൊണ്ടാണ്, നീതിയുടെ ദൈവമായതുകൊണ്ടാണ്. നമ്മെ ശുദ്ധീകരിക്കുന്ന എന്തുകൊണ്ടാണ്? താൻ പാപരഹിതനായതുകൊണ്ടാണ്. പാപമുള്ളവനാണെങ്കിൽ നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ പാപമില്ലാത്ത തന്നെയാണ് യേശു ക്രിസ്തുവിനെ പാപങ്ങളെ പോക്കുവാൻ ക്വാളിഫൈ ചെയ്യുന്നത്. പിന്നീട് എന്തോ പറയുന്നത്? താൻ വിശ്വസ്തനാണ്, അല്ലേ? വിശ്വസ്തയുടെ നിറകുടമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഫോർ എവർ. പിന്നീട് പറയുന്നത് താൻ നീതിമാനാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ താൻ നീതിയുടെ രാജാവാണ്. അപ്പോൾ ഉയരത്തിൽ മഹിമയുടെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്താണ് ചെയ്യുന്നത്? നാം ഇപ്പോൾ പാപം ചെയ്യുമ്പോൾ, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ താൻ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുക ചെയ്യുന്നു. ആ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എവറി ഡേ ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ അഡ്വക്കേറ്റ്. വെൻ വി കൺഫെസ് അവർ സിൻസ്, he regenerates us. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹി മേക്സ് us holy every day. അതൊരു പ്രോസസ്സാണ്, എവറി ഡേ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. When we confess our sins, he forgives our sins. നമ്മുടെ പാപങ്ങളെ താൻ ക്ഷമിക്കും, നമുക്ക് പാപമോചനം നൽകി തരും. അങ്ങനെ he makes us holy every day. അങ്ങനെ നാം എല്ലാ ദിവസവും റിജുവിനേറ്റ് ആകുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെയാണ് നാം സേവിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ദൈവപുത്രനായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനായി എബ്രായ ലേഖന കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചോളൂ. ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആദ്യം എബ്രായ ലേഖന കർത്താവ് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനെ അവതരിപ്പിച്ചു. എങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് കർത്താവ് എന്ന് നാം ഈ വാക്യത്തിൽ നമ്മൾ കണ്ടു. ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, അനേകർക്ക് പ്രത്യക്ഷമായ ശേഷം സ്വർഗാരോഹണം ചെയ്ത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ നമുക്ക് ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അവിടെ ഇരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പഴയ നിയമത്തില് പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും കടന്ന് അതിവിശുദ്ധ സ്ഥലത്തിലേക്കാണ് പഴയ മഹാപുരോഹിതൻ കടക്കുന്നത്. എന്നാൽ ഇവിടെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു കർത്താവിനെ നാം കാണുന്നു. അങ്ങനെ പുതിയ നിയമത്തിൽ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ തന്നെത്താൻ യാഗം കഴിച്ച് സ്വർഗത്തിലൂടെ കടന്ന് നമ്മുടെ വിശ്വാസത്തെ കളയാതെ മുറുകെ പിടിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നിട്ടാ പോയിരിക്കുന്നത്, അല്ലെ? അപ്പോൾ കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും താൻ ചെയ്തു. ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? 14-ാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എന്താണ് നമ്മുടെ സ്വീകാര്യം? നമ്മുടെ സ്വീകാര്യം എന്ന് പറയുന്നത് ദൈവത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ പേഴ്സണൽ വിശ്വാസമല്ല, മറിച്ച് നാം വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലേ? നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിടെ മാത്രമാണ് രക്ഷ എന്ന് നാം വിശ്വസിക്കുന്നു, അല്ലേ? അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വചനത്തിൽ നാം വിശ്വസിക്കുന്ന ചില കൺഫെഷൻസ് ഉണ്ട്. ദ കൺഫെഷൻ ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ ഡോക്ട്രിൻസ്, നമ്മുടെ ഉപദേശങ്ങൾ. ആ ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ളതാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ പറയുന്നത്. നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, നമ്മുടെ ഉപദേശത്തെ നാം മുറുകെ പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഫാസ്റ്റ് ടു ദ ഡോക്ട്രിൻസ് ഓഫ് ഫെയ്ത്ത്, ഹോൾഡ് ഫാസ്റ്റ് ടു ദ കൺഫെഷൻ ഓഫ് അവർ ഫെയ്ത്ത് എന്ന ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ സ്വീകാര്യം. അപ്പം ഇത് പറയുന്നതിനുള്ള കാരണമുണ്ട്. ഞാൻ മുമ്പേ പശ്ചാത്തലത്തിൽ പറഞ്ഞതുപോലെ ഈ എബ്രായ വിശ്വാസികൾ തിരിച്ച് വീണ്ടും യഹൂദ മതത്തിലേക്ക് പോകുവാനുള്ള പ്രേരണയോടുകൂടെ, അല്ലെങ്കിൽ എബ്രായ മതത്തിലേക്ക് തിരികെ പോകുവാൻ വേണ്ടി ഇരിക്കുന്ന, അതിനുവേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജനത്തോടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, നിങ്ങൾ അങ്ങനെ പോകരുത്, മറിച്ച് നിങ്ങൾ ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ തുടരണം. ആ തുടരുന്നതിന് മോട്ടിവേഷനായിട്ടാണ് ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശത്ത്
കടന്നുപോയി എന്ന് അവൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചോളൂ. അപ്പോൾ നമുക്ക് ഉള്ള ഒരു കർത്താവ്, നമ്മെ അറിയുന്ന ഒരു കർത്താവിനെയാണ് എബ്രായ ലേഖന കർത്താവ് വരച്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്കുള്ളത് കൊണ്ട്, ബിക്കോസ് ഹി ഈസ് ദേർ ഫോർ അസ്, ഹോൾഡ് ഫാസ്റ്റ് ടു ദ കൺഫെഷൻസ് ഓഫ് അവർ ഫെയ്ത്ത്. അല്ലെ, നമുക്ക് വേണ്ടി ആ കർത്താവ് സ്വർഗത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ബോസ്റ്റൺ പ്രയർ ലൈനിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ കർത്താവ് ഇങ്ങനെ ദൂരെ മാറിപ്പോയിരിക്കുകയല്ല, മറിച്ച് ആ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്, നമ്മുടെ സമീപയുണ്ട്. കർത്താവ് ദൂരസ്ഥനാണ്. ഹീസ് ട്രാൻസെൻഡന്റ് ആൻഡ് ഹീസ് ഇമിനന്റ്. അതൊരു സത്യമാണ്. കർത്താവ് ദൂര സ്വർഗത്തിലാണ് ഇരിക്കുന്നെങ്കിലും അവൻ സർവ്വവ്യാപിയാണ്, അവൻ സമീപസ്ഥനാണ്. അല്ലേ, അവൻ ദൂരസ്ഥനല്ല, മറിച്ച് അവൻ സമീപസ്ഥനാണ്. അവൻ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെയും നാം നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഭാരങ്ങളുടെ പ്രയാസങ്ങളൊന്നും അതിലൂടെയൊക്കെ നാം പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നാം ഇതിൽ തന്നെയല്ല. വി ആർ നോട്ട് അലോൺ, ബട്ട് റാദർ വി ഹാവ് ക്രൈസ്റ്റ് ജീസസ്, the best, the perfect priest within us. അല്ലേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്കുണ്ട്. വി ഹാവ് എ പെർഫെക്റ്റ് പ്രീസ്റ്റ് ഹു ഇസ് ദെയർ വിത്ത് അസ്. നമുക്കുള്ളത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമുക്കുണ്ട്. പാസ്റ്റിലല്ല, പ്രസന്റിൽ മാത്രമല്ല, ഫ്യൂച്ചറിൽ നമുക്കുണ്ടാവും. അല്ലേ, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് നാം എന്തുവാ ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടത് നമ്മുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, നമ്മുടെ ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക, നാം വിശ്വസിച്ച് പോരുന്നത് മുറുകെ പിടിച്ചുകൊള്ളുക. അതിൽ നിന്ന് പിന്മാറി പോകുവാനല്ല. നാമോ നാശത്തിലേക്ക് പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി ആകണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം നാശത്തിലേക്ക് പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിലായി പോകരുത്. ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഇന്നുമുണ്ട്. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും കാണും. അതാണ് ബൈബിൾ പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ബൈബിൾ പ്രതിനിധാനം ചെയ്യുന്ന സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവ് ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാണ്. അവൻ ഒരു നാൾ മാറിപ്പോവുകയില്ല. അവന്റെ വാക്തത്വങ്ങൾ ഒരു നാൾ മാറിപ്പോവുകയില്ല. അല്ലെ, ആ വാക്തത്വങ്ങൾ നിവർത്തിച്ചിട്ടുണ്ട്, നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇനിയും നിവർത്തിക്കാനുള്ള വാക്തത്വങ്ങളുണ്ട്. അല്ലേ, അപ്പോൾ ബൈബിൾ സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ എക്സ്പീരിയൻസിലൂടെ അത് മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ടുകൊണ്ടാണ്. നമ്മൾ വായിച്ചു പോരുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുള്ള നാം അനുദിനം യേശുക്രിസ്തുവിനെ രുചിച്ചറിയുകയും ചെയ്യണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം നമ്മുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. ആ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊള്ളണമെങ്കിൽ തന്റെ കൃപ അധികമാണ്. അത് നാം പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മൾ വായിച്ചത് ദൈവപുത്രനാണ്. അല്ലേ, ദൈവത്വത്തിലുള്ള യേശുക്രിസ്തുവിനെ നാം കാണുന്നു ഈ 14-ാം വാക്യത്തിൽ. യേശു ദൈവമാണ്. അല്ലെ, യേശു ദൈവപുത്രനാണ്. അല്ലെ, ദ ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ദൈവപുത്രനായ യേശു ക്രിസ്തു ദൈവപുത്രനായി അവിടെ ഇങ്ങനെ സ്വർഗത്തിൽ ഇരുന്നില്ല, മറിച്ച് എന്താണ് താൻ ചെയ്തത്? താൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അല്ലെ, മനുഷ്യപുത്രനായി അവതരിച്ചു. അല്ലെ, മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. അല്ലെ, അങ്ങനെ യാഗമായി തീർന്ന് അതെന്നുള്ളൊരു യാഗമായിരുന്നു. പിന്നീട് എല്ലാ വർഷം കഴിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേൽ ജനത AD 70 കഴിഞ്ഞ് പിന്നീട് പാപപരിഹാര യാഗമായി മൃഗങ്ങളെ അർപ്പിക്കുന്നില്ല. AD 70 സെക്കൻഡ് ടെമ്പിൾ നശിച്ചപ്പോൾ, യെരുശലേം ദേവാലയം നശിച്ചപ്പോൾ പിന്നീട് ആനിമൽസിനെ യാഗം കഴിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നമുക്കറിയാം. ഇപ്പോൾ കഴിക്കുന്നില്ല. അത് അവിടെ കൊണ്ട് തീർന്നു AD 70 കൊണ്ട്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ തിരശീല രണ്ടായി ചിന്തി. തിരശീലയായിരുന്നു സമാഗമന കൂടാരത്തിലെ സെപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ ആ തിരശീല ചീന്തി. പിന്നീട് ഒരു സെപ്പറേഷന്റെ ആവശ്യമില്ല. നാം ദൈവവുമായി ഉള്ള സംസർഗമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശുമരണത്തിലൂടെ സാധിച്ചത്. നാമും ദൈവം ഒന്നാണ്. വി ഹാവ് ബീൻ റിക്കൺസൈൽഡ് വിത്ത് ഗോഡ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ കൃത്യമായി പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശുമരണത്തിലൂടെ ചെയ്തത്. അങ്ങനെ വേർപാട് ശത്രുത്വം ഇല്ലാതാക്കി, ന്യായപ്രമാണ ശത്രുത്വം ഇല്ലാതാക്കി, ക്രൂശുമരണത്തിലൂടെ നമ്മെ ഒന്നിപ്പിച്ചു. അല്ലെ, നമ്മൾ എബ്രായ ലേഖനം 9:12 നമ്മൾ വായിക്കുന്നുണ്ട്, കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തു സാധിപ്പിച്ചു. അല്ലെ, 9:12. 10:12 എന്ന് നമ്മൾ വായിക്കുന്നത്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയി ഓൾറെഡി.
ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഇരുന്ന് പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ്, അല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ വിശ്വാസം തെന്നിമാറാതെ, നമ്മുടെ ഉപദേശങ്ങളിൽ നിന്ന് നാം തെന്നിമാറാതെ നാം നമ്മുടെ ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊള്ളുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിലെ യാതൊന്നും നമ്മെ വേർപെടുത്തുവാൻ പറ്റില്ല. എന്നാൽ തന്നെ മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ വേർപെടുത്തുവാൻ സാധ്യതയുണ്ട്. നാം ചിന്തിച്ചേക്കാം. പക്ഷെ റോമർക്ക് എഴുതിയ ലേഖനം 8 പറയുന്നത് യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, അല്ലെ? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഈ ലോകത്തിലെ സ്വർഗലോക മറ്റ് സേനകൾക്ക് ഒന്നും നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. അത്രത്തോളം ദൃഢമായ ഒരു ബന്ധത്തിലായിരിക്കണം നാമും ദൈവവും എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ യാതൊന്നിനും കഴിയില്ല. എന്നാൽ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുക, അതിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളണം. എന്നിട്ട് 15-ാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നത്? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പൊ 14-ാം വാക്യത്തിൽ നമ്മൾ ദൈവപുത്രനായ യേശുവിനെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യനായ യേശു ക്രിസ്തുവിനെയാണ്, മനുഷ്യത്വത്തിലുള്ള യേശു ക്രിസ്തുവിനെ. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്? അതാണ് ഈ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്, അല്ലേ? അപ്പോൾ അത് ദൈവത്തിൽ ഇരിക്കുന്ന യേശുവിനെ പറ്റിയല്ല പറയുന്നത്, മറിച്ച് മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. മത്തായിക്ക് എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാത്താൻ എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചെന്നത്. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് നമുക്കിനുള്ള സമയമില്ല. എന്നാൽ നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ പരീക്ഷിക്കപ്പെട്ടു. താൻ മനുഷ്യനായിരുന്നപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ താനും പരീക്ഷിക്കപ്പെട്ടു, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ യേശു, അല്ലെ? നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് താൻ പാപരഹിതനായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പാപം ഒഴികെ, വിത്തൗട്ട് സിൻ, ഹീസ് വിത്തൗട്ട് സിൻ. 2 Corinthians 5:21 നമ്മൾ എന്താ വായിക്കുന്നത്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, അല്ലെ? പാപം അറിയാത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടി പാപമായി തീർന്നു ക്രൂശിൽ. എന്തിനു വേണ്ടിയാ? പാപത്തിൽ നമ്മെ രക്ഷിക്കുവാൻ, അല്ലെ? അപ്പൊ എത്ര മനോഹരമായ ഒരു വാക്യമാണത്. 2 Corinthians 5:21 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നതായിരിക്കും, എന്നാലും അതിന്റെ ഒരു ബ്യൂട്ടി, അതിന്റെ സൗന്ദര്യം നാം മനസ്സിലാക്കണം. പാപം അറിയാത്ത ഒരു കർത്താവ്, അല്ലെ? നമുക്കുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിനെ കുറിച്ചായി പറയുന്നത്. പാപം അറിയാത്ത കർത്താവിനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, അല്ലെ? അപ്പൊ കർത്താവ് തന്നെത്താൻ പാപമാക്കി. എന്തിനു വേണ്ടിയാണ്? നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. ഈ എവ്രി ഇയർ അല്ലെങ്കിൽ വൺസ് ഇൻ എ ഇയർ, വർഷത്തിൽ ഒരു ദിവസമായ ഈ പാപപരിഹാര ദിനത്തിൽ ആടുകളെ യാഗം കഴിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചത് എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്താലാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ അതിന് കർത്താവിനൊരു വില കൊടുക്കേണ്ടി വന്നു, അല്ലേ? നാം കൊടുക്കേണ്ടിയിരുന്ന വിലയാണ് കർത്താവ് കൊടുത്തത്. തൻ്റെ ശരീരത്തെ, അല്ലെ, തൻ്റെ ജഡത്തെ താൻ ക്രൂശിന്മേൽ അർപ്പിച്ചു, അല്ലേ? അത് ദൈവഹിതപ്രകാരമായിരുന്നു താനും, അല്ലെ? ദൈവത്തിന്റെ ഹിതമായിരുന്നു അത്. പിതാവായ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് താൻ ക്രൂശിൽ തന്റെ ശരീരത്തെ നമുക്കായി അർപ്പിച്ചത്. അപ്പോൾ പാപമില്ലാത്തവനെ, പാപരഹിതനായ ഒരു കർത്താവിനെയാണ് നാം ക്രൂശിൽ കാണുന്നത്. നമ്മുടെ പാപങ്ങളെ വഹിച്ചു, പാപം തന്നെത്താൻ പാപമാക്കി, പാപമില്ലാത്തവനെ പാപമാക്കി, പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ, അല്ലേ? അപ്പം നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ പാപമാക്കിയത്. എന്തുകൊണ്ടാണ്? നമുക്ക് നീതി നൽകി തരുവാൻ, അല്ലെ? ദൈവത്തിന്റെ നീതി നമുക്ക് നൽകി തരണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ നടന്നത്. നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ വഹിക്കുകയും തന്റെ നീതി നമുക്ക് നൽകി തന്നാണ് ദൈവത്തോട് കർത്താവ് നമ്മെ നിരപ്പിച്ചത്, അല്ലെ? അപ്പൊ അങ്ങനെയാണ് നാം ദൈവമക്കളായി ഇന്നും തുടരുന്നത്. അതുകൊണ്ടാണ് നാം ദൈവമക്കളായത്. തന്റെ നീതി നമുക്ക് നൽകി തന്നു. നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു, അവന്റെ നീതി നമുക്ക് നൽകി തന്നു. അങ്ങനെ നമ്മെ നീതിമാന്മാരാക്കി, അല്ലെ? അങ്ങനെയാണ് ക്രിസ്തുവിന്റെ നീതിയിൽ നാം ഇന്നും ആയിരിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ നീതിയാണ് നമ്മെ നീതിമാന്മാരാക്കുന്നത്. നമ്മുടെ സ്വയനീതിയല്ല, മറിച്ച് ക്രിസ്തു നമുക്ക് നൽകി തന്ന നീതിയെ നമുക്ക് ഉയർച്ചയായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രശംസയായിട്ട് പറയാൻ പറ്റുകയുള്ളൂ.
നമ്മുടെ നീതി പ്രവൃത്തികളൊന്നും നമ്മെ നീതീകരിക്കാത്തപ്പോൾ ക്രിസ്തുവിന്റെ നീതിയാലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിന്റെ നീതിയാൽ നാം ഇന്നും നീതിമാന്മാരായിരിക്കും. അപ്പോൾ 15-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. എന്തുകൊണ്ടാ എബ്രായ ലേഖനകർത്താവ് അങ്ങനെ പറയുന്നത്? നീതിമാനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ നീതിമാനായ കർത്താവ് ഈ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പാവമൊഴികെ സകല നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവിനെയാണ്. വിശപ്പ് തനിക്കുണ്ടായിരുന്നു, ടെംപ്റ്റേഷൻസ് തനിക്കുണ്ടായിരുന്നു, പലവിധ ടെംപ്റ്റേഷൻസ് തനിക്കുണ്ടായിരുന്നു, അല്ലേ? അങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത്. നമുക്കൊരു മാതൃകയായിട്ടാണ് കർത്താവ് ജീവിച്ചത്. ഇപ്പോൾ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചു. പക്ഷേ നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ വാക്യത്തിൽ നമ്മോട് സഹാനുഭൂതി കാണിക്കുന്ന ഒരു മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതൻ പാപങ്ങളെ വഹിച്ചു പാപയാഗമൊക്കെ ആയി തീർന്നു. എന്നാൽ നമ്മുടെ മനുഷ്യത്വത്തിലേക്ക് വരുമ്പോൾ, അല്ലെ, നമ്മുടെ ഹ്യൂമാനിറ്റിയിലേക്ക് വരുമ്പോൾ, നമ്മുടെ മനുഷ്യ രീതിയിൽ ചിന്തിക്കുമ്പോൾ, മാനുഷികമായി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മഹാപുരോഹിതൻ നമ്മോട് സഹാനുഭൂതി കാണിക്കുന്ന ഒരു മഹാപുരോഹിതനാണ്. നമ്മോട് സഹതാപം എന്ന് വെച്ചാൽ ആ സിമ്പതി എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഒരു എമ്പതി. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മോടൊപ്പം നിന്ന് നമ്മളെ കഷ്ടങ്ങളിൽ സഹിക്കുന്ന ഒരു കർത്താവാണ്. നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു കർത്താവ്. അങ്ങനെയാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്. അതായത് ദൂരെ മാറി നിന്ന് ഒരു സഹതാപം കാണിച്ച് അയ്യോ കഷ്ടമായി പോയി, എനിക്ക് രോഗം വന്നത് എന്ന് പറയുന്ന ഒരു കർത്താവല്ല, മറിച്ച് നമ്മോടൊപ്പം നിന്നുകൊണ്ട് നമ്മോടൊപ്പം കഷ്ടം സഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ഈ വാക്യത്തിൽ കാണുന്നത്. നമ്മോട് സഹതാപം കാണിക്കുന്ന ഒരു കർത്താവ്. നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോൾ, നാം ഈ ലോകത്തിൽ പലവിധ വേദനകളിലൂടെ പോകുമ്പോൾ, മാനസിക പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ, ശരീരത്തിൽ വേദനകളിലൂടെ പോകുമ്പോൾ ഒക്കെയും നമ്മോട് സഹതാപം കാണിക്കുന്ന കർത്താവ് എങ്ങനെയാണ് ആ സഹതാപം കാണിക്കുന്നത്? നമ്മോടൊപ്പം നിന്ന് ആ കഷ്ടം നമ്മോടൊപ്പം സഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കാരണം ആ ക്രൂശ് തന്നെയാണ്. ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു കർത്താവ്. അതിനേക്കാൾ വലിയൊരു നഷ്ടമില്ല, അതിനേക്കാൾ വലിയൊരു വേദനയില്ല, അതിനേക്കാൾ വലിയൊരു കഷ്ടതയില്ല, അല്ലേ? അങ്ങനെ സഹിച്ചൊരു കർത്താവ് നമ്മുടെ വേദനകളെ അറിയുന്ന ഒരു കർത്താവാണ്, അല്ലേ? ആ കർത്താവ് നമ്മുടെ വേദനകളെ അറിയുന്നു, നമ്മുടെ നഷ്ടങ്ങളെ, നമ്മുടെ കഷ്ടങ്ങളെ, നമ്മുടെ ശോധനകളെ, നമ്മുടെ പേഴ്സിക്യൂഷൻസിനെ, നമ്മുടെ ടെംപ്റ്റേഷനെ ഒക്കെ അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ക്രൂശ് മരണം സഹിച്ച ഒരു കർത്താവിന് മനസ്സിലാകും നമ്മുടെ വേദന എത്രത്തോളമാണെന്ന്, നമ്മുടെ കഷ്ടങ്ങൾ എത്രത്തോളമാണെന്ന്, നമ്മുടെ മനപ്രയാസങ്ങൾ എത്രത്തോളമാണെന്ന് ആ കർത്താവിന് മനസ്സിലാകും. കാരണം മനുഷ്യനായി ജീവിച്ച്, മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച്, മനുഷ്യനായി ജീവിച്ച് പാപമൊഴികെ സർവ്വത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവിനെ നാം സേവിക്കുന്നത്. അപ്പോൾ പാപമൊഴികെ സർവ്വത്തിലും പരീക്ഷിക്കപ്പെട്ട കർത്താവിന് അറിയാം ഈ പരീക്ഷണം എത്രമാത്രം പ്രയാസമുള്ളതാണെന്നും ഈ പരീക്ഷയെ അതിജീവിക്കുക എന്നുള്ളത് എത്രമാത്രം ദുർഘടമേറിയതാണെന്നും കർത്താവിനറിയാം. അപ്പോൾ നാമും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നാം ഈ വേദനകളിലൂടെ പോകുമ്പോൾ, കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഇതിൽ തന്നെയല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ we are not alone in this battle, right? This is a battle. This world is a battle. There are fights in this battle, right? There are everything in this battle. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതൊരു ബാറ്റിൽ ഫീൽഡാണ്, ഇതൊരു യുദ്ധക്കളമാണ്. നാം പലതിനോടും യുദ്ധം ചെയ്യേണ്ടി വരും. നാം പലവിധ പാപത്തിനോടാണ് ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത്. അതിനോട് കൂടെ നാം കഷ്ടതയോട് യുദ്ധം ചെയ്യേണ്ടി വരും, വേദനകളോട് യുദ്ധം ചെയ്യേണ്ടി വരും. എന്നാൽ ആ യുദ്ധത്തിൽ നാം തനിയെയല്ല, മറിച്ച് നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കൂടെ തന്നെയുള്ള, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന, നമുക്ക് ഊർജം പകരുന്ന, നമുക്ക് കൃപ നൽകി തരുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ വസിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ അതാണ് ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല എന്ന് വെച്ചാൽ സഹതാപം കാണിക്കുവാൻ കഴിയും. അതിനേക്കാൾ ഉപരി, ഇൻ അതർ വേർഡ്സ്, നമ്മോട് കൂടെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. നമ്മോട് കൂടെ നിന്ന് സഹിച്ച്, അല്ലേ, അപ്പോൾ സഹിച്ച് നമ്മോട് കൂടെ വേദന അനുഭവിച്ച ഒരു കർത്താവ്. ആ കർത്താവ് നമുക്ക് ഊർജം പകരുന്ന കർത്താവ്, നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. അങ്ങനെ നാം ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നാം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ക്രൂശിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നോക്കുക. അത്രയും കഷ്ടം അനുഭവിക്കുന്ന, അത്രത്തോളം കഷ്ടം അനുഭവിച്ച യാതൊരാളും ഈ ലോക ചരിത്രത്തിലില്ല, അല്ലേ? നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, മറ്റ് സെൽഫിഷായ റീസൺസിന് വേണ്ടി മരണമടയപ്പെട്ട വലിയ ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. രാജ്യങ്ങളുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയും, രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സ്വയ കാര്യങ്ങൾക്ക് വേണ്ടി, സെൽഫിഷ് റീസൺസിന് വേണ്ടിയൊക്കെ ജീവൻ വരിച്ചവരുണ്ട്, വീരമൃത്യു വരിച്ചവരൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്.
അപ്പോൾ നാം വേദനകളിലൂടെ പോകുമ്പോൾ, നാം കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ, നാം തനിയാണെന്ന് തോന്നുമ്പോൾ, നമ്മുടെ സ്വന്തം ഭർത്താവ് നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ സഭ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ ശുശ്രൂഷകൻ നമ്മുടെ കൂടെ ഇല്ല, യാതൊരുവിധ രീതിയിലും ഒരാളുകളും നമ്മോട് കൂടെ ഇല്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ട്. ക്രൂശാണത്, അല്ലെ? ക്രൂശിൽ കിടക്കുന്ന ഒരു കർത്താവിനെയാണ് നാം അവിടെ കാണുന്നത്. യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേലാണ്, അല്ലെ? യേശു ക്രിസ്തുവിന് വേറൊരു നാമമുണ്ട്, ഇമ്മാനുവേൽ എന്നുള്ളത്. അവൻ നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ നാം ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല കർത്താവ്. സഹതാപം കാണിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനെയാണ് നാം സേവിക്കുന്നത്. ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ സഹതാപം കാണിക്കുവാൻ കഴിയുന്ന കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക, ആ കർത്താവിന് കൂടെ നടക്കുക. അങ്ങനെ കർത്താവിനോട് കൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും മറ്റുള്ളവർ നമ്മെ വേർതിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മെ കൈക്കൊള്ളുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ബാക്കിയുള്ളവർ ആരും ഇല്ലെങ്കിൽ പോലും നമ്മുടെ സന്തോഷം എന്തായിരിക്കണം? കർത്താവ് നമ്മോട് കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയും, നമ്മോട് കൂടെ നടന്ന് നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ഊർജം പകരുന്ന, നമ്മുടെ കഷ്ടങ്ങൾ നമ്മോടൊപ്പം സഹിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഊർജം പകരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെയുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവാണ് നമുക്ക് വേണ്ടിയുള്ളത്. അതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ഈ എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങളുടെ ഈ കഷ്ടങ്ങളിൽ, നിങ്ങളുടെ ഈ പെർസിക്യൂഷനിൽ, നിങ്ങളുടെ ഈ ടെംപ്റ്റേഷനിൽ, യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് പ്രേരണയുണ്ട്, പരപ്രേരണയുണ്ട്, നിങ്ങൾക്ക് പോകണമെന്നുണ്ട്. അതിനുവേണ്ടി അതിന് പ്രേരകമായി പലവിധ ശക്തികൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളെ ആഞ്ഞു ഫോഴ്സ് ചെയ്യുന്നുണ്ട് യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോകുവാൻ. അതിന് കൂടെ നിങ്ങൾ കഷ്ടവും അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികളോട് ആദ്യമായി എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത. അപ്പോൾ അവർ ബലഹീനത നേരിടുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്, ഒരു വസ്തുതയാണ്. അപ്പൊ ആ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവൻ അല്ല നമ്മുടെ കർത്താവ്, മറിച്ച് പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അപ്പൊ പാപം ഒഴികെ സർവ്വത്തിലും തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ഈ എന്ത് വേദനകൾ ഈ ലോകത്തിൽ വന്നാലും, എന്ത് ബലഹീനതകൾ ഈ ലോകത്തിൽ നമുക്കുണ്ടെങ്കിലും, എന്ത് നഷ്ടങ്ങൾ വന്നെങ്കിലും, കഷ്ടങ്ങൾ വന്നാലും, നമുക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് സഹതാപം കാണിക്കുന്നു. സഹതാപം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാറി നിന്ന് സഹതപിക്കുകയല്ല, മറിച്ച് നമ്മോട് കൂടെ നിന്ന്, നമ്മുടെ കൂടെ വസിച്ച്, നമ്മുടെ ഉള്ളിൽ വസിച്ച്, ആ നമ്മോട് കൂടെ തന്നെ കഷ്ടം അനുഭവിച്ച് നമുക്ക് ഊർജം പകരുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. ക്രൂശിന്മേൽ കഷ്ടം സഹിച്ച ഒരു കർത്താവ്. നാം തനിയെ ഇരിക്കുമ്പോൾ, അല്ലെ നാം തനിയെയാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ട്, അത് ആ ക്രൂശാണ്. ക്രൂശിൽ കഷ്ടം സഹിക്കുന്ന കർത്താവിനെ കാണുമ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അടുത്ത പ്രാവശ്യം നാം കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെക്കാളും കഷ്ടതയിലൂടെ പോകുന്ന സകല മാനവരാശിയെയും ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഷ്ടതയിലൂടെ പോയ, വേദനയിലൂടെ പോയ, നഷ്ടങ്ങളിലൂടെ പോയ ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. അത് ഓർക്കുമ്പോൾ എൻ്റെ കഷ്ടം എത്രത്തോളം ചെറുതാണ്, അല്ലെ? ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. വരുവാനുള്ള പ്രത്യാശ ഓർക്കുമ്പോൾ, വരുവാനുള്ള ആ തേജസ്സിനെ ഓർക്കുമ്പോൾ. അപ്പോൾ ക്രൂശിനെ നാം നോക്കണം. പിന്നീട് മുൻപോട്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്, ഈ കഷ്ടങ്ങൾ മാറും എന്നുള്ളൊരു പ്രത്യാശ. ഞാൻ മുമ്പും ബോസ്റ്റൺ പ്രയർ ലൈനിൽ പ്രസംഗിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതാണ്. അപ്പോൾ ക്രൂശിൽ കർത്താവ് കഷ്ടം സഹിച്ചു, പാസ്റ്റിൽ അങ്ങനെ നടന്നു, അത് നോക്കി മാത്രം ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നോക്കി നാം മുന്നോട്ട് പോകണം. ക്രൂശ് നോക്കി യേശു നമ്മോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൊണ്ടും തീരുന്നില്ല. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്ന ആ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുന്നു എന്നുള്ള വസ്തുതയും നാം മറന്നു പോകരുത്. അപ്പോൾ ഈ ലോകത്തിൽ എന്ത് കഷ്ടങ്ങളുടെയും ഭാരങ്ങളുടെയും വേദനകളുടെയും പോകുമ്പോൾ നമ്മുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കണം. എന്തുകൊണ്ടാണ്? കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചതുകൊണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി പ്രാണവേദന അനുഭവിച്ചുകൊണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, അവൻ നമുക്ക് പാപപരിഹാരം നൽകി തന്നതുകൊണ്ട്, അവൻ നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചതുകൊണ്ട്, അങ്ങനെ വീണ്ടെടുപ്പ് സാധിപ്പിച്ച ഒരു കർത്താവിനെ നാം സേവിക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അതേ കർത്താവ് രണ്ടാമത് വീണ്ടും വരാൻ പോവുകയാണ്. നമ്മെ ചേർക്കുവാൻ അവൻ വീണ്ടും വരും. ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ നാം ഫേസ് ടു ഫേസ് കാണാൻ പോകുന്ന ഒരു ദിനം കടന്നു വരുന്നുണ്ട്. ആ ദിനത്തിന് വേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ്. ആ ദിനത്തിന് വേണ്ടിയാണ് നാം ഓരോ ദിവസം ഈ ലോകത്തിൽ ജീവിതം കഴിച്ചു പോരുന്നത്.
അപ്പൊ അങ്ങനെയുള്ള പ്രത്യാശയോടെ നാം നടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണണം. അങ്ങനെ എണ്ണാൻ പാടാണ്, പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. കഷ്ടങ്ങളിലൂടെ പോകുമ്പോഴേ അതിന്റെ വില നാം മനസ്സിലാക്കുകയുള്ളൂ. കഷ്ടങ്ങളിലൂടെ പോകുമ്പോഴേ അതിന്റെ വേദന എത്രത്തോളം കഠിനമാണെന്നും അത് എത്രത്തോളം പ്രയാസമുള്ളതാണ് എന്നുള്ളതും നാം മനസ്സിലാക്കുകയുള്ളൂ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അല്ലെ, എത്ര വലിയ വാഗ്ദത്തമാണ്! ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചു. ലോകത്തെ ജയിച്ച ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അങ്ങനെ ലോകത്തെ ജയിച്ച ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മോട് സഹതാപം കാണിക്കുന്ന ഒരു കർത്താവാണ്. സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, കഴിയുന്നവനാണ്. അത് കഴിയുന്നതിന്റെ കാരണം കർത്താവ് പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതും കൊണ്ടാണ്. അല്ലെ, നാം അതിൽ നിന്ന് മനസ്സിലാക്കണം. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ എന്താണ് പിന്നെ 15-ാം വാക്യത്തിൽ കാണുന്നത്? നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രയും നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ വേദനകളെയും നമ്മുടെ കഷ്ടതകളെയും നന്നായി അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമ്മളെക്കാൾ അധികമായി നമ്മുടെ വേദനകളെയും നമ്മുടെ കഷ്ടങ്ങളെയും കർത്താവ് അറിയുന്നുണ്ട്. അല്ലേ, നാം ഈ ശരീരത്തിൽ അത് അനുഭവിക്കുമ്പോഴേ നാം അറിയുന്നുള്ളൂ. എന്നാൽ അതിനേക്കാൾ മുമ്പേ കർത്താവിന് അറിയാം നാം എന്തൊക്കെ കഷ്ടങ്ങളിലൂടെയാണ് പോകാൻ പോകുന്നത്. കാരണം ഹീ സോവറിൻ, സർവാധിപതിയായ ഒരു ദൈവമാണ്. മുന്നമേ എല്ലാം അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ഈ കഷ്ടങ്ങളുടെ ബലഹീനതകളുടെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവാണ് ഈ കഷ്ടങ്ങളൊക്കെയും ജയിച്ച ഒരു കർത്താവ് എന്ന് പറയുന്നത്. അല്ലെ, പാപപരിഹാരമായി നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷമായി സ്വർഗാരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകി തന്നു. അങ്ങനെ നമുക്കിപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മെ വഴി നടത്തുവാൻ, നമുക്ക് ഗൈഡൻസ് നൽകി തരുവാൻ. ആ പരിശുദ്ധാത്മാവിനാൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനിയൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്നുള്ളത്. ആ വീണ്ടും വരും എന്നുള്ള പ്രത്യാശയുടെ കാത്തിരിപ്പിൽ നാം ആയിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, നമ്മുടെ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, നമ്മോട് സഹതാപം കാണിക്കുന്നവനാണ്. അവൻ നമ്മോട് കൂടെയുണ്ട്, നമുക്ക് വേണ്ടത് നൽകി തരുന്ന, നമ്മുടെ വേദനകളിൽ നമുക്ക് സ്ട്രെങ്ത്, നമുക്ക് ശക്തി നൽകി തരുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പിന്നീട് 16-ാം വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പൊ നമുക്ക് ഈ ലേവ്യ പുസ്തകം 16 നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ ആ ഉടമ്പടി പെട്ടകത്തിന്റെ ആവരണം ആയിരുന്നു കൃപാസനം എന്ന് പറയുന്നത്, മേഴ്സി സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൃപാസനത്തിൽ എന്തായിരുന്നുള്ളത്? അതിന്റെ അകത്ത് 10 കൽപ്പനകളായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അത് നമുക്കറിയാം ലേവ്യ പുസ്തകത്തിൽ നിന്നും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ വാക്യം പറയുന്നത് പോലെ കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തിനടുത്തില്ല. ഈ കൃപാസനം എന്താണ്? ദൈവസന്നിധിയാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപ നിലനിൽക്കുന്ന സന്നിധിയാണ് കൃപാസനം എന്ന് പറയുന്നത്. കൃപയുടെ സിംഹാസനം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലാണ്. ആ ദൈവസന്നിധിയിൽ നമുക്കിപ്പം അടുത്ത് വരുവാൻ വേറൊരു മാനുഷികമായ ഒരു മനുഷ്യനായ മഹാപുരോഹിതന്റെ ആവശ്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നേക്കുമായി നമുക്ക് പാപക്ഷമ നൽകി തന്നു, പാപമോചനം നൽകി തന്നു, നമുക്ക് വീണ്ടെടുപ്പ് നൽകി തന്നു. അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ വരുവാൻ കാരണമായ ആക്സസ് നമുക്ക് നൽകി തന്നു. അല്ലെ, ദൈവസന്നിധിയിൽ നമുക്കിപ്പോൾ അടുത്ത് വരാനുള്ള ആക്സസ് നൽകി തന്ന കർത്താവാണ്. എങ്ങനെയാണ് നൽകി തന്നത്? തന്റെ ക്രൂശ് മരണത്താൽ ആ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി വേർപാടിനെ നടിച്ചുവരിടിച്ചു കളഞ്ഞു. ഇപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വരുവാൻ ഒരു സെപ്പറേഷൻ ഇല്ല, നമുക്കൊരു വെയിലില്ല, നമുക്ക് യാതൊരുവിധ സെപ്പറേഷൻ ഇല്ല. കാരണം ദൈവത്തോട് നമ്മെ നിരപ്പിച്ചത് കർത്താവാണ്. കർത്താവ് തന്നെ ക്രൂശ് മരണത്താലാണ് ദൈവത്തോട് നമ്മെ നിരപ്പിച്ചത്. അപ്പൊ ഇപ്പോൾ ആ ദൈവസന്നിധി നമുക്ക് ഫ്രീ ആയിട്ട് വരുവാൻ പറ്റും. നമുക്ക് യാതൊരുവിധ ലംഘനങ്ങളോ നമുക്ക് യാതൊരുവിധ നിയമങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നിയമം എന്ന് പറയുന്നത് ന്യായപ്രമാണമായിരുന്നു പഴയ നിയമത്തിൽ. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് പാപപരിഹാര ദിനമായി അതിവിശുദ്ധ സ്ഥലത്തിൽ കടന്ന് കൃപാസനത്തിൽ തളിച്ച് അങ്ങനെ പാപപരിഹാരം, ആട്ടുകുറ്റൻ രക്തം അർപ്പിച്ചാണ് പാപപരിഹാരം നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്നേക്കുമായുള്ള ആ യാഗത്തെ നിർത്തലാക്കി തന്റെ ശരീരത്തെ നമുക്ക് യാഗമായി അർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്കിപ്പോൾ പ്രവേശനമുണ്ട്. എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. അപ്പോൾ ആ പ്രവേശനം ലഭിച്ച നാം ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായി
ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം ഇപ്പോൾ അടുത്ത് വരുവാൻ എബ്രായ ലേഖനകർത്താവ് നമ്മെ എൻകറേജ് ചെയ്യുക, നമ്മെ പ്രോത്സാഹിപ്പിക്കുക. എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നമുക്ക് കരുണ ലഭിപ്പാനും നമുക്ക് കൃപ ലഭിപ്പാനും. നമുക്ക് കരുണയും കൃപയും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. യാതൊരു മനുഷ്യനിൽ നിന്നും ഒരു കരുണയും കൃപയും പ്രതീക്ഷിക്കരുത്, അല്ലേ? ലഭിച്ചേക്കാം, മാനുഷികമായ രീതിയിൽ കരുണയൊക്കെ ലഭിച്ചേക്കാം. എന്നാൽ അതിനൊക്കെയും അളവുണ്ട്, അതിനൊക്കെയും ലിമിറ്റുണ്ട്, അതിനൊക്കെയും പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ പരിധികളില്ലാത്ത കൃപ നൽകി, കരുണ നൽകി നമ്മെ സ്നേഹിച്ചത് നമ്മുടെ കർത്താവാണ്. ആ ദൈവസന്നിധിയിലേക്കാണ് എബ്രായ ലേഖന കർത്താവ് നമ്മെ വിളിക്കുന്നത്. തക്ക സമയത്ത് കരുണ ലഭിപ്പാനും കൃപ ലഭിപ്പാനും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനാണ് എബ്രായ ലേഖന കർത്താവ് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യം പകരുന്നത് യേശുക്രിസ്തുവാണ്, അല്ലെ? പുതിയ നിയമത്തിൽ ദൈവസന്നിധിയിൽ ആർക്കും കടന്നു വരാം. ആർക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നുള്ള ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. ദൈവസന്നിധിയിൽ ആർക്കും കടന്നു വരാം. എങ്ങനെ കടന്നു വരാം? ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ച് ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. അങ്ങനെ നാം ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ച് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ധാരാളമായ കൃപയും കരുണയും, അല്ലെ? എത്ര എത്ര വലിയൊരു വാക്തത്വമാണ്! ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ കൃപാസനത്തിൽ, കൃപയുടെ സിംഹാസനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൃപയും കരുണയുമാണ്. കൃപയും കരുണയും നിറഞ്ഞവനായ കർത്താവ് നമുക്ക് നൽകി തരുന്നത് തന്റെ കൃപയും തന്റെ കരുണയുമാണ്, അല്ലെ? ഇപ്പോൾ നമുക്ക് എഫേസ്യ ലേഖനം 3:12 നമുക്കറിയാം, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അപ്പൊ നമുക്ക് ആ പ്രവേശനം ലഭിക്കുന്ന എങ്ങനെയാണ്? കൃപാസനത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്ന എങ്ങനെയാണ്? എഫേസ്യർ 3:12 പറയുന്നത്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ ആർക്കും പ്രവേശനമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുള്ള ഒറ്റ ക്രൈറ്റീരിയേ ഉള്ളൂ. അവനിൽ വിശ്വസിച്ചാൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്. അങ്ങനെ കൃപയുടെ സിംഹാസനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ നാം ചെയ്യേണ്ടതുള്ളൂ. ഈ പ്രയർ ലൈനിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവസന്നിധിയിൽ പ്രവേശനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ വെക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ ദൈവം വെച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ദൈവസന്നിധിയിൽ കൃപയുടെ സിംഹാസനത്തിലേക്ക് പ്രവേശനമുണ്ട്. അതുപോലെ എബ്രായ ലേഖനം 7:25 പറയുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തോട് അടുക്കുന്നവർക്ക്, നാം ദൈവസന്നിധിയിൽ വരുന്നത് എന്തിനാണ്? ദൈവത്തോട് അടുക്കുവാൻ വേണ്ടിയാണ്, അല്ലെ? ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിപ്പാനാണ്. ദൈവത്തോട് അടുത്ത് തന്നിൽ നിന്ന് കൃപ പ്രാപിച്ച് പിന്നെയും ദൈവത്തോടു കൂടി നടക്കുവാനാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. തന്നെ ആരാധിക്കുവാനാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. ദൈവത്തോടുള്ള സംസർഗത്തിന് വേണ്ടിയാണ് നാം ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നത്. അങ്ങനെ വരുന്നവർക്ക് പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നാം മുമ്പേ കണ്ടു, നാം മുമ്പേ കേട്ടു അത്. അങ്ങനെ നമ്മെ പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. എബ്രായർ 3:6 പറയുന്നത്, ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനം മുറുകെ പിടിച്ചു നാം തന്നെ അവന്റെ. അങ്ങനെ നാം 14 വാക്യത്തിൽ കണ്ട പോലെ നമ്മുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? അതാണ് എബ്രായർ 3:6 പറയുന്നത്. പ്രത്യാശയുടെ ധൈര്യം പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകും, അല്ലെ? ക്രിസ്തുവിന്റെ ഭവനമാവുക ചെയ്യുന്നത്, ദൈവഭവനമാവുക നാം ചെയ്യുന്നത്. നമ്മുടെ സ്വീകാര്യത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ, ആകാശത്തിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് 14 വാക്യത്തിൽ നമ്മൾ കണ്ടു. അങ്ങനെ നാം സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിന്റെ ഭവനമാകും, അല്ലെ? നാം ബഥേലാകും, നാം ദൈവത്തിന്റെ ഭവനമാകും. ദൈവം നമ്മിൽ എന്നേക്കും വസിക്കും, എന്നും എന്നേക്കും നമ്മുടെ ഉള്ളിൽ വസിക്കും. അതൊരു വലിയ ഭാഗ്യമാണ്, അല്ലെ? ആ ഭാഗ്യം നാം കൈവിട്ട് കളയരുത്. ആ ഭാഗ്യം നാം മുറുകെ പിടിച്ചു കൊള്ളണം. ദൈവം നമ്മിൽ വസിക്കും, അല്ലെ? നാം ദൈവത്തിന്റെ ഭവനമായി തീരും. അപ്പോൾ നാം ഈ കഷ്ടങ്ങളോട് വേദനകളോട് ഒക്കെ പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം, ദൈവം നമ്മോട് കൂടെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ലോകത്തെ ജയിച്ചിരിക്കുന്ന കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എന്താണ്? ഈ 16 വാക്യത്തിൽ തന്റെ കൃപയും കരുണയുമാണ്, അല്ലെ? അപ്പോൾ നാം കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ നമ്മോട് സഹതാപം കാണിക്കുന്ന കർത്താവിനെ നാം കണ്ടു, നമ്മോട് കൂടെയുള്ളൊരു കർത്താവിനെ നാം കണ്ടു, നമുക്ക് ഊർജം പകരുന്ന കർത്താവിനെ കണ്ടു. അതോടൊപ്പം 16 വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമുക്ക് കൃപയും തക്ക സമയത്ത് കരുണയും ലഭിക്കുന്ന
ഒരു ഇടമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ഇടം മാത്രമാണ്. അത് ദൈവസന്നിധി മാത്രമാണ്. അത് കൃപയുടെ സിംഹാസനം മാത്രമാണ്. ദൈവസന്നിധിയിൽ മാത്രമേ നമുക്ക് ധാരാളമായി കൃപയും കരുണയും ലഭിക്കുകയുള്ളൂ. വിലാപങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ, അവന്റെ കരുണ ഓരോ രാവിലെയും പുതിയതാണ്, ഓരോ ദിനവും പുതിയതാണ്. His mercies are new every morning, അല്ലേ? Every morning we come to the presence of God to receive grace and mercy from God, right? God gives us His grace and mercy so that we could live a life with Him every day. ദൈവത്തോടുകൂടി എല്ലാ ദിവസവും ജീവിക്കുവാൻ നമുക്ക് അവന്റെ കൃപ ആവശ്യമാണ്. തന്റെ കൃപ അധികമാണ്, തന്റെ കൃപ ആവശ്യമാണ്, തന്റെ കരുണ അത്യാവശ്യമാണ്. ആ കൃപയും കരുണയും പ്രാപിപ്പാൻ തന്റെ സിംഹാസനത്തിലേക്ക് കടന്ന്, തന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അല്ലെങ്കിൽ എബ്രായ ലേഖനകർത്താവ് ഇവിടെ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ. എന്തുകൊണ്ടാണ് ഈ ധൈര്യത്തോടെ എന്ന് പറയുന്നത്? കാരണം ഈ കൃപയുടെ സിംഹാസനം ന്യായവിധിയുടെ സിംഹാസനമല്ല ഒരിക്കലും. ഇനി അത് ന്യായവിധിയുടെ സിംഹാസനമാണ്. ആർക്ക്? ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക്. റോമർ 8:1 എന്താണ് പറയുന്നത്? Therefore there is no condemnation for those who are in Christ. ഇല്ലേ? അപ്പൊ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അപ്പോൾ ഇതൊരു ശിക്ഷാവധിയുടെ സിംഹാസനമല്ല നമുക്ക്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെ ശിക്ഷാവധിയുടെ സിംഹാസനം അല്ലാത്തത് കൊണ്ട് എബ്രായ ലേഖനകർത്താവ് നമ്മെ വിളിക്കുകയാണ് ധൈര്യത്തോടെ ഈ കൃപാസനത്തിലേക്ക് കടന്നു വരാൻ. കാരണം നിങ്ങൾക്കൊരു ന്യായവിധിയുമില്ല, നിങ്ങൾക്കൊരു ശിക്ഷയുമില്ല, നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ളവരാണ്. ക്രിസ്തുവിൽ ഇല്ലാത്തവർക്ക് ഇതൊരു ന്യായവിധിയുടെ സിംഹാസനമാണ്, ഇതൊരു ശിക്ഷാവിധിയുടെ സിംഹാസനമാണ്. എന്നാൽ ക്രിസ്തുവിൽ ഉള്ളവർക്ക് ധൈര്യത്തോടെ ഈ സിംഹാസനത്തിലേക്ക് കടന്നു വരാം. അവിടെ നിന്ന് ധാരാളമായി ദൈവത്തിൽ നിന്ന് കൃപയും കരുണയും പ്രാപിപ്പാൻ പറ്റും. അങ്ങനെ കൃപയും കരുണയും പ്രാപിച്ചാൽ ഈ ലോകത്തിലെ ജീവിതം നമുക്ക് ദൈവത്തോടു കൂടി നടക്കുവാൻ പറ്റുമെന്നുള്ളതാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. കഷ്ടങ്ങളുടെ വേദനകളുടെ ഒക്കെ പോകുമ്പോൾ, ടെംപ്റ്റേഷൻസ് വരുമ്പോൾ അതിനൊക്കെ അതിജീവിപ്പാൻ ഈ കൃപയും കരുണയും ധാരാളം മതി, അല്ലെ? ഈ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കൃപയും കരുണയും ധാരാളമായി മതി ഈ ലോകത്തിൽ നമ്മുടെ ഈ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അതാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ധൈര്യത്തോടെ ഈ കൃപാസനത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത്. എഫേസ്യർ 2:18 നമുക്കറിയാം, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാത്മാവിനാൽ പിതാവിന്റെ പ്രവേശനമുണ്ട്. അപ്പൊ ആര് കാരണമാണ്, ആര് മുഖാന്തരമാണ് നമുക്ക് ഈ ദൈവസന്നിധിയിൽ പ്രവേശനമുള്ളത്? ആര് മുഖാന്തരമാണ് ഈ കൃപാസനത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളത്? യേശു ക്രിസ്തു മുഖാന്തരമാണ്. അതാണ് പൗലോസ് പറയുന്നത്, പിതാവിലേക്ക് പ്രവേശനം ലഭിക്കുന്ന നമുക്ക്, ആ പ്രവേശനം ലഭിക്കുന്നതിന്റെ കാരണം തന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രവേശനമുള്ളത്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താലാണ് ആ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ്, വേർപാടിന് നടിച്ചുവർ, ന്യായപ്രമാണം ശത്രുത്വമില്ലാതാക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് നമുക്ക് ദൈവത്തെങ്കിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ട്. അങ്ങനെ പ്രവേശനം ലഭിച്ച നമുക്ക് ആ എൻട്രി പാസ് ഉണ്ട് ഇപ്പോൾ, അല്ലെ? അതൊരു സൗജന്യമായി ലഭിക്കുന്ന എൻട്രി പാസ് ആണ്. നമ്മൾ യാതൊരു വിലയും കൊടുത്തിട്ടില്ല. നമുക്ക് ആ പാസ് ലഭിച്ചതിന്റെ വില കൊടുത്തത് കർത്താവാണ്, അല്ലെ? അപ്പൊ നമുക്ക് ദൈവത്തെങ്കിലേക്ക് പ്രവേശനം ലഭിച്ച എൻട്രി പാസ് ഉള്ള നാം ദൈവത്തെങ്കിലേക്ക് പോകാതെ ഇപ്പോഴും ലോകത്തിൽ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് പാപമൊക്കെ ചെയ്ത് നടക്കാതെ, മറിച്ച് എബ്രായ ലേഖനകർത്താവ് നമ്മെ വിളിക്കുകയാണ്, അങ്ങനെ നടക്കാതെ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തെങ്കിലേക്ക് കടന്നു വാ. സൗജന്യമായി നിങ്ങൾക്ക് ഒരു എൻട്രി പാസ് ഉണ്ട് കർത്താവെങ്കിൽ. കർത്താവിലൂടെ നിങ്ങൾക്ക് ഒരു എൻട്രി പാസ് ഉണ്ട്. ആ എൻട്രി പാസ് ലഭിച്ച നിങ്ങൾ സൗജന്യമായി തന്നെ ഈ കൃപ പ്രാപിപ്പാനും സൗജന്യമായി തന്നെ ഈ കരുണ പ്രാപിപ്പാനുമായി കൃപാസനത്തിലേക്ക് കടന്നു വരിക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, അല്ലേ? അപ്പോൾ ഇനിയും നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഒരു മഹാപുരോഹിതനെ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മഹാപുരോഹിതനെ അടുത്ത് പോയി നമ്മുടെ വേദനകൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വേദനകൾ പറയുവാൻ, നമ്മുടെ കഷ്ടങ്ങൾ പറയുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പറയുവാൻ നമുക്കൊരു നാഥനുണ്ട്, നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഹീ ഈസ് അവർ ലോർഡ്, ഹീ ഈസ് അവർ സേവിയർ, ഹീ ഈസ് അവർ റിഡീമർ. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ, നമ്മുടെ നാഥൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. ആ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ അടുത്ത് നമുക്ക് നമ്മുടെ വേദനകളെ പറയാം, നമ്മുടെ കഷ്ടങ്ങളെ പറയാം, നമ്മുടെ പ്രയാസങ്ങളെ പറയാം, നമ്മുടെ ദുഃഖങ്ങളെ പറയാം. ആ ദുഃഖങ്ങളെ മാറ്റുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കർത്താവ് ആ ദുഃഖം മാറ്റും, അല്ലെങ്കിൽ ആ ദുഃഖത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കൃപ നൽകിത്തരും. എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് റെസൊല്യൂഷൻ ഉള്ളത് കർത്താവെങ്കിൽ മാത്രമാണ്. ചിലപ്പോൾ ദുഃഖങ്ങൾ അപ്പോൾ തന്നെ മാറാം, ചിലപ്പോൾ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടാം ഈ ലോകത്തിൽ. ചിലപ്പോൾ രോഗങ്ങൾ സൗഖ്യമാക്കാതെ പൗലോസിനോട് ദൈവം പറഞ്ഞ പോലെ ദൈവം തന്റെ കൃപ നമുക്ക് നൽകിത്തരും, അല്ലേ? അപ്പോൾ ഏത് വിധേനയും ദൈവത്തിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കും. ഒന്നുകിൽ നമുക്ക് കൃപ ലഭിക്കും, അല്ലെങ്കിൽ കരുണ ലഭിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോൾ തന്നെ മാറാം. എന്നാൽ പിന്നീട് രോഗങ്ങൾ പിന്നെയും വരാം, പിന്നീട് വേദനകൾ പിന്നെയും വരാം.
ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതൊക്കെ നാം എക്സ്പെക്ട് ചെയ്യണം. ഇതൊക്കെയും സംഭവിക്കാം. ഇതൊക്കെയും വേദനകൾ വരാം, കഷ്ടങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം, ഭാരങ്ങൾ വരാം. എന്നാൽ നമുക്ക് ചാരാൻ ഒരു മാർവിടമുണ്ട്. അത് ക്രിസ്തുവിന്റെ മാർവിടമാണ്, ഇല്ലേ? മറവിടമായി നമുക്ക് യേശുവുണ്ട്. മറച്ചിടുവാൻ നമുക്ക് ഒരു നാഥനുണ്ട്. നമ്മെ മറയ്ക്കുന്ന ഒരു കർത്താവ്, തന്റെ ചെറുകൻ മറവിൽ നമ്മെ മറയ്ക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ ആ കർത്താവിന് കൂടെ നടപ്പാൻ അവനുള്ള സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളണമെന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, അല്ലേ? അപ്പോൾ 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു മുറുകെ പിടിച്ചുകൊള്ളുക. 15-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ഒരു കർത്താവ്. ഈ സഹതാപം കാണിക്കുന്ന കർത്താവിനെ അവതരിപ്പിച്ചിട്ട് 16-ാം വാക്യത്തില് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. അപ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം, അല്ലേ? ഈ കൃപാസനത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പാപരഹിതനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പാപമില്ലാത്തൊരു ദൈവം, അല്ലേ? അപ്പോൾ വിശുദ്ധിയിൽ ഭയങ്കരനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോൾ വിശുദ്ധിയിൽ ഭയങ്കരനായ ഒരു അടുക്കലേക്ക് നാം വരുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നാമും വിശുദ്ധിയിലാകണം എന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു, അല്ലേ? പാപത്തിൽ മുന്നോട്ട് പോകുവാനല്ല, മറിച്ച് പാപത്തെ വിട്ടകന്ന് വിശുദ്ധിയിൽ തന്നെ നടക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തെ നാം സമീപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മെക്കുറിച്ചും ദൈവം ആ വിശുദ്ധി ആഗ്രഹിക്കുന്നു. ആ വിശുദ്ധി നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ആ വിശുദ്ധി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്വയപ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ സൽപ്രവൃത്തികളോ നിമിത്തം ക്രിസ്തുവിലാണ് നമുക്ക് ആ വിശുദ്ധി ലഭിക്കുന്നത്. ക്രിസ്തുവിലൂടെ മാത്രമാണ് ആ വിശുദ്ധി നമുക്ക് ലഭിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ്, അല്ലേ? വി ആർ സെയിൻസ് ഇൻ ക്രൈസ്റ്റ്. ഫ്രം ക്രൈസ്റ്റ് വി ആർ, ബട്ട് വെൻ വി ആർ ഇൻ വി ആർ സെയിൻസ്. വെൻ വി ആർ ഇൻ ക്രൈസ്റ്റ് വി ആർ, അല്ലേ? അപ്പോൾ ക്രിസ്തുവിലാണ് നമ്മുടെ വിശുദ്ധി. അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ് വി ആർ, ക്രിസ്തുവില്ലെങ്കിൽ നാം പാപികളാണ്. ക്രിസ്തുവാണ് നമുക്ക് നീതി നൽകി തരുന്നത്. ക്രിസ്തുവാണ് നമുക്ക് വിശുദ്ധി നൽകി തരുന്നത്. അതല്ലേ 1 കൊരിന്തി 1:31 നമ്മൾ കാണുന്നത്, ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധി, അല്ലേ? ക്രൈസ്റ്റ് ഇസ് അവർ സാങ്ക്ടിഫിക്കേഷൻ, ക്രൈസ്റ്റ് ഇസ് അവർ ഹോളിനെസ്. ക്രിസ്തുവിലല്ലാതെ നമുക്ക് വിശുദ്ധിയില്ല. അങ്ങനെ ക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുള്ളത്, കൃപാസനത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളത്, കൃപയുടെ സിംഹാസനത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളത് വിശുദ്ധിയുള്ള ക്രിസ്തുവിലൂടെ മാത്രമാണ്. ആ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നതാണ് തന്റെ വിശുദ്ധി. അങ്ങനെ വിശുദ്ധിയിൽ നമുക്ക് ധൈര്യത്തോടെ ഈ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ പറ്റും. അങ്ങനെ കൃപാസനത്തിലേക്ക് വിശുദ്ധിയോടുകൂടെ നാം അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ധാരാളമായ കൃപയും ധാരാളമായ കരുണയും. ഒടുവിലായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11:28 മുതൽ 30 വരെയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വേദനകളോടോ ദുഃഖങ്ങളോടോ ഭാരങ്ങളോടോ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള വാക്യം സുവിശേഷം 11:28 മുതൽ 30 വരെ നമുക്കറിയാവുന്ന വാക്യമാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഇത്രയും വാഗ്ദത്തം നൽകുന്ന വേറൊരു മഹാപുരോഹിതൻ നമുക്കില്ല, കർത്താവ് മാത്രമാണ്, അല്ലേ? കർത്താവ് വിളിക്കുകയാണ് നമ്മെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. രക്ഷ എന്ന ആശ്വാസം നൽകുന്ന കർത്താവ്, അല്ലേ? ഹി ഈസ് ദ വൺ ഹു ഗിവ്സ് us ഇറ്റേണൽ റെസ്റ്റ്, നിത്യമായ ആശ്വാസം, നിത്യമായ വിശ്രാമം നൽകുന്ന ഒരു കർത്താവ്. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ വേദനകളും വെക്കുവാൻ നമുക്കൊരിടമുണ്ട്. അത് കർത്താവിൻ്റെ ഇടമാണ്. കർത്താവ് നമ്മെ വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. നിങ്ങളുടെ ഈ ലോകത്തിലെ ചിന്തകളാലും ലോകത്തിലെ പ്രയാസങ്ങളാലും ദുഃഖങ്ങളാലും അധ്വാനത്താലും ജോലി ഭാരത്താലും ഒക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് ഇന്ന് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. ക്രിസ്തുവിലേക്ക് കടന്നു വരിക, ക്രൂശിന്റെ ചുവട്ടിലേക്ക് കടന്നു വരിക. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകിത്തരാം, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം നൽകിത്തരാം. നിത്യമായ വിശ്രമം നൽകി തരുവാൻ കഴിവുള്ളത് ഞാൻ മാത്രമാണ്, എനിക്ക് മാത്രമാണ്. അതെങ്കിൽ കർത്താവിന് മാത്രമാണ്. കർത്താവ് വിളിക്കുകയാണ്, എങ്കിൽ എന്നിലേക്ക് കടന്നു വരിക, എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ഭാരങ്ങളെയും കഷ്ടങ്ങളൊക്കെയും എൻ്റെ ഇടത്തിൽ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുക. നിങ്ങൾക്ക് വിശ്രാമം ലഭിക്കും, നിങ്ങൾക്ക് റെസ്റ്റ് ലഭിക്കും, അല്ലേ? അതല്ലേ പറയുന്നത്, എനിക്ക് എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത്ര വലിയൊരു വാഗ്ദത്തം ഈ ലോകത്തിൽ ആർക്കും
നൽകാൻ പറ്റുകയില്ല. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എൻ്റെ നുകം കഠിനവും എൻ്റെ ചുമട് അതിഭാരമുള്ളതുമാണ് എന്നല്ല കർത്താവ് പറഞ്ഞത്. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? നമ്മൾ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പഠിച്ചത്, അല്ലേ? എബ്രായർ 4:14, 15, 16 വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ചത്. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, ആടിനെ യാഗമായി തീർന്നു. ആ ആടിന്റെ യാഗമായി അർപ്പിച്ച് 2 കോലാട്ടുകൊറ്റന്മാരായിരുന്നു. കാളകളെ മഹാപുരോഹിതൻ ത്തിന് വേണ്ടി യാഗമായി അർപ്പിച്ചു. ഒരു കോലാട്ടുകൊറ്റനെ മരുഭൂമിയിലേക്ക് അയച്ചു പാപങ്ങളെ വെച്ചുകൊണ്ട്. മറ്റേ കോലാട്ടുകൊറ്റനെ യാഗമായി അർപ്പിച്ചു ഇസ്രായേൽ ജനത്തിന്റെ പാപപരിഹാരമായി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആടിനില്ല, മറിച്ച് സ്വയം കുഞ്ഞാടായി തീർന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്, അല്ലെ? ദ പാസ് ഓവർ ലാം, പെസഹ കുഞ്ഞാട്, സ്വയം കുഞ്ഞാടായി തീർന്ന ഒരു കർത്താവ്. അങ്ങനെ ആ കുഞ്ഞാടിന്റെ രക്തത്താൽ, ക്രിസ്തുവാകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ നമുക്ക് പാപക്ഷമ ലഭിച്ചു, പാപമോചനം ലഭിച്ചു, എന്നേക്കുമായുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. പിന്നീട് നമ്മൾ എന്തോ കണ്ടേ? ആകാശത്തിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു കുഞ്ഞാണ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു കർത്താവ്. ആ എടുക്കപ്പെട്ട ശേഷം, സ്വർഗാരോഹണം ചെയ്ത ശേഷം വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെ നാം കണ്ടു. പിന്നീട് നാം കണ്ടു പാപരഹിതനായി ഈ ഭൂമിയിൽ ജീവിച്ചു നമുക്ക് മാതൃക കാട്ടിത്തന്ന ഒരു കർത്താവിനെ, ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ. അങ്ങനെ പാപരഹിതനായി ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ച് ഈ പരീക്ഷകളെയൊക്കെയും അതിജീവിക്കാൻ പറ്റുമെന്ന് കർത്താവ് തൻ്റെ ഈ ഇഹലോക ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. പിന്നീട് നമ്മൾ കണ്ടു മറ്റാരെക്കാളും നമ്മുടെ വേദനകളെ, നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലാക്കി നമ്മോട് സഹതാപം കാണിച്ച് നമ്മോട് കൂടെ നിന്ന് നമുക്ക് ഊർജം പകരുന്ന ഒരു കർത്താവിനെ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ നാം ക്രിസ്തുവിലാണ് കാണുന്നത്. അവസാനമായി നമ്മൾ കണ്ടു തൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് സൗജന്യമായി കൃപയും കരുണയും ലഭിപ്പാൻ സാധിക്കും. അല്ലെങ്കിൽ സൗജന്യമായി നമുക്ക് കൃപയും കരുണയും ലഭിപ്പാൻ ഈ കൃപയുടെ സിംഹാസനത്തിലേക്ക് കടന്നു വരുവാൻ എബ്രായ ലേഖന കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അങ്ങനെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, നാം ധൈര്യത്തോട് വരുമ്പോൾ, എന്തുകൊണ്ടാണ് ധൈര്യത്തോട് വരുവാൻ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്? കാരണം ഇത് ശിക്ഷാവിധിയുടെ സിംഹാസനമല്ല, ഇത് ന്യായവിധിയുടെ സിംഹാസനമല്ല, മറിച്ച് ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ലെന്ന് റോമർ 8 നമ്മൾ കാണുന്നു. അതുപോലെ ഒരു ശിക്ഷാവിധിയും ഇല്ലാത്ത ക്രിസ്തുവിലുള്ളവർക്ക് കൃപ മാത്രം നൽകുന്ന, കരുണ മാത്രം നൽകുന്ന ഒരു കൃപയുടെ സിംഹാസനത്തിലേക്കാണ് എബ്രായ ലേഖന കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. ആ സിംഹാസനത്തിലേക്ക്, ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ. കാരണം നമുക്കൊരു ശിക്ഷാവധിയും ഇനിയും കാത്തിരിപ്പില്ല. നമ്മുടെ ശിക്ഷകളെല്ലാം കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചു, അല്ലേ? അങ്ങനെ വഹിച്ചാണ് നമ്മളെ നീതിമാന്മാരാക്കിയത്. അങ്ങനെ വഹിച്ചാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ദൈവം സാധിച്ചത്, പാപത്തിൽ നമുക്ക് മോചനം നൽകി തന്നത്. ആ കർത്താവിനെ സേവിച്ചുകൊണ്ട്, നമ്മുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് കൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ കർത്താവിന്റെ ആ ക്രൂശിലെ എക്സ്ചേഞ്ച് നമുക്ക് വേണ്ടിയുള്ളത് ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു കർത്താവിനെ പറ്റി ഇന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു. കർത്തദാസനോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും 24 അവർ ബോസ്റ്റൺ പ്രയറിന്റെ പേരിൽ ഞങ്ങൾ ആദ്യമേ അറിയിക്കുന്നു. മക്കളെ, നമ്മൾ ഇന്ന് കേട്ടത്, നമുക്ക് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക്